ജെയ്സൺ മൂട്ടാണ്. ഗുഡ് ഈവനിങ് ഓൾ. ഗുഡ് ഈവനിങ്. വെരി ഗുഡ് ഈവനിങ് ടു ഓൾ. നമ്മളുടെ പല ഗ്രൂപ്പുകളിലും വളരെ നന്നായിട്ട് അവരുടെ അസൈൻമെന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾക്ക് സെക്കൻഡ് സെഷൻ നമ്മൾ കഴിഞ്ഞു. അതിലുള്ള അസൈൻമെന്റ്സുകൾ വളരെയധികം നന്നായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് പേര് ഇനി ചെയ്യാനുണ്ട്. പല ആളുകളോട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് അതിന്റെ ഇപ്പോഴും ആ ഒരു സഭാകമ്പം ഉണ്ട് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ അത് നമുക്ക് മാറ്റിയെടുക്കാം. അപ്പം സെക്കൻഡ് അസൈൻമെന്റും ഇപ്പോൾ അച്ഛൻ തരും. കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് തീർച്ചയായിട്ടും അത് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. ഇനിയും ഓപ്ഷൻ ഉണ്ടായിരിക്കും. ഓവർ ടു ഫാദർ ഗ്രിഗറി ഫോർ ദ സെഷൻ 3. നമുക്കൊരു പ്രാർത്ഥനയോടെ ആരംഭിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ ഈ പഠന കളരി അനുഗ്രഹിക്കണമേ. ഞങ്ങൾ പ്രസംഗകരാകുവാനും നല്ല നേതാക്കളാകുവാനും ആഗ്രഹിച്ചുകൊണ്ട് കടന്നു വന്നിരിക്കുകയാണല്ലോ. ഈ സെഷനിലൂടെ ഞങ്ങളുടെ പ്രസംഗ ശൈലിയെ മെച്ചപ്പെടുത്തുവാനും ഞങ്ങളുടെ നേതാക്കൾ, ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ സമൂഹത്തിലും ഇടവകളിലും ഞങ്ങളുടെ സഭാ സമൂഹത്തിന്റെ വിവിധ മേഖലകളിലും നല്ല നേതാക്കളായി പരിവർത്തനം ചെയ്തക്ക രീതിയിലുള്ള ബോധ്യങ്ങളും ദർശനങ്ങളും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കാരണവാനായ ദൈവമേ, ഈ പഠന കളരിയിൽ പങ്കെടുക്കുന്നവരെയും പങ്കെടുക്കാൻ കഴിയാത്ത എല്ലാവരെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കന്യകാമാതാവിന്റെ ജപമാല മാസത്തിന്റെ അവസാനമായി എന്ന് അമ്മയുടെ പ്രത്യേകമായ സഹായവും മാധ്യസ്ഥവും ഞങ്ങൾക്കുണ്ടാകണമേ. അങ്ങനെ അമ്മയുടെ ഹിതാനുസരണം ഞങ്ങൾ ഓരോരുത്തരും നല്ല ഒരു പ്രസംഗ ചൈതന്യത്തിലേക്ക് കടന്നു വരുവാൻ തക്കമുള്ള ഞങ്ങളുടെ പ്രയത്നങ്ങളെ അങ്ങ് സഹായിക്കണമേ. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശുവിന്റെ കൂടനാവുന്നു. പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട ജെയ്സൺ, ഫ്ലഷ് ഗ്രിഗറിയച്ച, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട ആത്മായ നേതാക്കളായ സഹോദരങ്ങൾ, നമ്മൾ ഇന്ന് രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. ഒന്നാമത്തേത് പ്രസംഗത്തിന്റെ ഉള്ളടക്കം, അതിന്റെ കണ്ടന്റ് എന്തായിരിക്കണം. രണ്ടാമത്തേത് എങ്ങനെ വിവിധ തരത്തിലുള്ള പ്രസംഗങ്ങൾ ഈ കണ്ടന്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നടത്താമെന്നതിനെ കുറിച്ചാണ്. അപ്പൊ രണ്ട് വിഷയങ്ങളും നമുക്ക് ശ്രദ്ധയോടുകൂടി കേട്ടുകൊണ്ട് ഈ പ്രസംഗ പഠന കളരി നമുക്ക് തുടർന്നുകൊണ്ട് പോകാം. നമ്മളൊരു പ്രസംഗത്തില് പ്രധാനമായിട്ടും 3 ഘടകങ്ങളാണ് ഉൾക്കൊള്ളേണ്ടത്. ഒന്നാമത്തേത് അതിന്റെ ആമുഖം, രണ്ടാമത്തേത് ബോഡി ഓഫ് സ്പീച്ച് എന്ന് പറയുന്ന പ്രസംഗ ഗാത്രം, മൂന്നാമത്തേത് സംഗ്രഹം. ഈ മൂന്നിനും ഒത്തിരി ഉപവിധ വിഭാഗങ്ങളുണ്ട്. അതിൽ ഓരോന്നായിട്ട് ഞാൻ പറയാം. ഒന്നാമത്തേത് നമുക്ക് വേണ്ടത് പ്രധാനമായിട്ടും ആമുഖം. ആമുഖത്തിൽ പ്രധാനമായിട്ട് ലക്ഷ്യമാക്കുന്നത് നമുക്ക് മറ്റുള്ളവരുടെ ശ്രദ്ധ നമ്മിലേക്ക് തിരിക്കുക, ശ്രദ്ധ തിരിച്ചുകൊണ്ട് ആകർഷകമായ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി പരിശ്രമിക്കുക. ഒപ്പം നമ്മുടെ പ്രസംഗ ശൈലി അവരൊന്ന് പരിചയപ്പെടുത്തുക. ഇപ്പൊ ഞാൻ ആദ്യം പറയുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഒരു ശൈലി, എന്റെ ശൈലി എന്താണെന്ന് മനസ്സിലാകും. എല്ലാവരും എന്നെ ശ്രദ്ധിക്കും. അതുപോലെ തന്നെ ആ പ്രസംഗത്തിന്റെ ഒരു അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവരുന്നതിന് സാധിക്കും. അപ്പൊ ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം അങ്ങനെയാണ്. ആമുഖം നമുക്ക് പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അതിൽ വരുന്ന ഘടകങ്ങൾ ഒന്നാമത്തേത് അഭിസംബോധനയാണ്. ഇംഗ്ലീഷിൽ നമ്മൾ ഗ്രീറ്റിംഗ്സ് എന്ന് പറയും. അപ്പൊ പ്രധാനമായിട്ടും അഭിസംബോധന ചെയ്യേണ്ടത് വിനയാന്വിതമായ ഭാവത്തോടു കൂടി ആയിരിക്കണമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ ആരെയാണ് എങ്ങനെയാണ് അഭിസംബോധന ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഏതൊരു യോഗത്തിലും നമ്മളെല്ലാവരും യോഗം സംഘടിപ്പിക്കുന്നവരിലൂടെയാണല്ലോ നേതാക്കൾ എന്ന രീതിയിൽ. അപ്പൊ ഒരു യോഗം സംഘടിപ്പിക്കുമ്പോൾ അതിൽ ഒരു പ്രധാനപ്പെട്ട അധ്യക്ഷൻ ഉണ്ടാകണം. അധ്യക്ഷൻ കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം ഉദ്ഘാടകനാണ്. ഉദ്ഘാടനം കഴിഞ്ഞാൽ മൂന്നാമത്തെ സ്ഥാനം വരുന്നത് മുഖ്യ അതിഥിക്കാണ്. അത് കഴിഞ്ഞ ഒരുപക്ഷെ മുഖ്യാതിഥികൾ ഒന്നിലധികം പേരുണ്ടാകാം, അത് കൂടി പോകും, അത് കൂടി വരാം. അപ്പൊ ഇങ്ങനെ പ്രധാനമായിട്ടും ഒരു വേദിയിൽ 3 പേര്, 5 പേര്, 7 പേര്, 9 പേര്, അങ്ങനെ ഒറ്റസംഖ്യാ ക്രമത്തിലായിരിക്കണം യോഗം ക്രമീകരിക്കേണ്ടത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കീഴ്വഴക്കം. അതിന് കാരണം എപ്പോഴും യോഗത്തിന്റെ കേന്ദ്ര കഥാപാത്രമായി നിൽക്കുന്ന അധ്യക്ഷനാണ്. അപ്പൊ അധ്യക്ഷൻ അവിടെ യോഗത്തിന്റെ മധ്യത്തിലിരിക്കുമ്പോഴും 3 പേരുടെ മധ്യത്തിലിരിക്കുമ്പോൾ 2 പേര് അപ്പുറവും ഇപ്പുറവും ഒന്ന് വരും. 5 പേരാണെങ്കിൽ വീണ്ടും അധ്യക്ഷൻ മധ്യത്തിലേക്ക് വരും. 7 പേരാണെങ്കിലും അധ്യക്ഷൻ മധ്യത്തിലേക്ക് വരും. അപ്പൊ മധ്യസ്ഥാനം, കേന്ദ്രസ്ഥാനം എപ്പോഴും അധ്യക്ഷനാകുവാൻ വേണ്ടി സഹായിക്കുവാൻ വേണ്ടിയാണ് എപ്പോഴും അധ്യക്ഷനെ ഈ വേദിയിൽ 5, 3, 7 എന്നുള്ള രീതിയിൽ ആളുകളെ ക്രമപ്പെടുത്തണം എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം സ്വാഭാവികമായിട്ട് നമ്മൾ ഈ യോഗത്തിന്, ആമുഖത്തിന് ഗ്രീറ്റ് ചെയ്യേണ്ടത് നമ്മുടെ അധ്യക്ഷനായ ആളുകളെയാണ്.
അധ്യക്ഷനായിക്കതാണ് ചിലപ്പം യോഗത്തിന്റെ സ്വഭാവം അനുസരിച്ചായിരിക്കാം. രാഷ്ട്രീയമാണെങ്കിൽ രാഷ്ട്രീയമായ രീതിയിൽ ലോക്കൽ MLA MP അങ്ങനെയൊക്കെ ആയിരിക്കും സാധാരണ പ്രോട്ടോകോൾ അനുസരിച്ച് വരുന്നത്. രാഷ്ട്രീയമായ യോഗത്തിനൊക്കെ പ്രത്യേകമായ പ്രോട്ടോകോൾ ഉണ്ട്. എന്നിരുന്നാലും പൊതുവെ ഒരു അധ്യക്ഷൻ ആ സാഹചര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആളായിരിക്കും. അധ്യക്ഷനേക്കാൾ ഉയർന്നവനായിരിക്കും സ്വാഭാവികമായിട്ടും മിക്കവാറും ഉദ്ഘാടകൻ. എന്നിരുന്നാലും ആദ്യം ആ യോഗത്തെ നിയന്ത്രിക്കുന്നത് പ്രധാനമായിട്ടും അധ്യക്ഷനായതുകൊണ്ട് അദ്ദേഹത്തെയാണ് അഭിവാദനം ചെയ്യേണ്ടത്. രണ്ടാമത്തേത് ഉദ്ഘാടകൻ കഴിഞ്ഞിട്ട് സ്വാഭാവികമായിട്ടും ഈ ഇരിക്കുന്ന സമയത്ത് അധ്യക്ഷന്റെ വലതുവശത്ത് ഉദ്ഘാടകൻ, മുഖ്യാതിഥി, അടുത്ത മുഖ്യ ആള് വീണ്ടും വലതുവശത്ത്, പിന്നീട് അല്പം കൂടെ താഴെയുള്ള ആള് ഇടതുവശത്ത്, അങ്ങനെ വലതുവശം ഇടതുവശം അങ്ങനെയുള്ള രീതിയിലാണ് ക്രമപ്പെടുത്തേണ്ടത് എന്നുള്ളതാണ് സാധാരണ രീതിയിൽ ഉള്ള ഒരു കീഴ്വഴക്കം. അപ്പൊ നമ്മളിങ്ങനെ പിന്നെ ഈ സ്വാഭാവികമായിട്ട് മുഖ്യാതിഥിയായിരിക്കും ഒരു പക്ഷേ അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ കീനോട്ട് അഡ്രസ് എന്ന് പറയും. അപ്പൊ അത് ചെയ്യുന്ന മിക്കവാറും കൈയാളായിരിക്കും. അപ്പൊ അവര് അതിലേക്ക് ആകർഷിക്കത്തക്ക രീതിയിൽ നല്ല രീതിയിൽ അവർ അഭിവാദനം ചെയ്യും. അഭിസംബോധന ചെയ്ത് സംസാരിക്കണം. അഭിസംബോധന ചെയ്യുമ്പോൾ ഒന്നത്തെ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഓരോരുത്തരുടെയും പ്രത്യേകതകൾ മനസ്സിലാക്കണം. കാരണം ശ്രേഷ്ഠന്മാരാണ്, ഡോക്ടർമാരാണെങ്കിൽ അവരുടെ ഡോക്ടർ പറയണം. അതല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഇതാണെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ എത്രയും സാധാരണ ബഹുമാനപ്പെട്ട എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് അല്പം സ്റ്റാറ്റസ് ഉള്ള ആളുകളാണെങ്കിൽ നമ്മൾ എത്രയും ബഹുമാനപ്പെട്ട എന്നാണ് വേണം. സഭാതലത്തിലാണെങ്കിൽ നമ്മൾ പെരിയ ബഹുമാനപ്പെട്ട എന്ന് പറയും. പക്ഷെ അതൊന്ന് പുറത്തുപോയി അങ്ങനെ പറയാറില്ല. അത് ഈ തമിഴ് ഭാഗത്ത് നമുക്ക് സഭയിലേക്ക് കടന്നു വന്നതാണ്. എന്നിരുന്നാലും പെരിയ എന്ന് പറഞ്ഞാൽ എത്രയും തന്നെയാണ്. അപ്പൊ എത്രയും എന്നുള്ളത് മലയാളത്തിൽ ഉപയോഗിച്ച് മതിയാവുന്നതാണ്. അപ്പൊ നമ്മൾ ഏറ്റവും ശ്രേഷ്ഠരായ ആള് നമുക്ക് എത്രയും ആദരണീയനായ, എത്രയും ബഹുമാനപ്പെട്ട എന്ന രീതിയിൽ അഭിസംബോധന ചെയ്യുക. പിന്നെ ആദരണീയരായ അല്ലെങ്കിൽ ശ്രേഷ്ഠരായ എന്ന രീതിയിൽ നമുക്ക് അതിന്റെ ഗ്രേഡ് കുറച്ച് കൊണ്ടുവരാം. അപ്പൊ അത് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം, എങ്ങനെയാണ് ഓരോരുത്തരെയും അഭിസംബോധന ചെയ്യേണ്ടതെന്ന്. ഒരു യോഗത്തിൽ കഴിയുന്നതും എല്ലാവരെയും അഭിസംബോധന ചെയ്യേണ്ടതാണ്. ചിലപ്പോഴൊക്കെ നമുക്ക് ഒരു ആവർത്തന വിരസത ഉണ്ടാവുമ്പോൾ തന്നെയും യോഗ നടപടി അനുസരിച്ച് എല്ലാവരെയും അഭിസംബോധന ചെയ്യുമ്പോൾ അത് വളരെയധികം ആ വേദിയിലിരിക്കുന്നവർക്ക് സ്വീകാര്യമായിട്ട് മാറും. അവർ വളരെ പ്രധാനപ്പെട്ട വ്യക്തിയാണെന്നുള്ള തോന്നലുണ്ടാകും. അതുപോലെ തന്നെ സദസ്സിന് മുമ്പിൽ അവരെ നമ്മൾ ആദരിക്കുന്നതിന് സമാനം കൂടിയാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും എല്ലാവരെയും പേരെടുത്ത് പറഞ്ഞ് സ്വാഗതം ചെയ്യുന്നതല്ല, നമ്മൾ ഗ്രീറ്റ് ചെയ്യുക, അഭിവാദ്യം ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അത് വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ കൈകാര്യം ചെയ്യണം. അധ്യക്ഷൻ, ഉദ്ഘാടകൻ, ആ രീതിയിലാണ് നമ്മൾ യോഗ നടപടിയിൽ പ്രധാനമായിട്ടും പ്രവേശിക്കുന്നത്. അപ്പൊ ഞാനൊരു ഉദാഹരണം വായിക്കാം. ബഹുമാന്യനായ അധ്യക്ഷനും സ്കൂൾ പ്രിൻസിപ്പലുമായ ഫാദർ ടോണി നമ്പ്യാപ്പറമ്പ്, സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന എഴുത്തുകാരനും കവിയുമായ ശ്രീ ആന്റണി മുനിയർ, നമ്മുടെ നാടിന്റെ അഭിമാനവും സിനിമാ മെമിക്രി രംഗങ്ങളിൽ ശ്രദ്ധേയനുമായ ശ്രീ ബിനു അടിമാലി, ആദരണീയനും സ്കൂൾ മാനേജരുമായ ഫാദർ വർഗീസ് കുഴി വന്നിയിൽ, ഈ സ്കൂളിന്റെ സജീവ സാന്നിധ്യമായ PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബാബു ജോർജ്, വാർഡ് മെമ്പർ ശ്രീമതി ദീപ് മനോജ്, ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകരെ, സ്നേഹനിധികളായ മാതാപിതാക്കളെ, എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ. അപ്പൊ ഇവിടെ എല്ലാവരെയും പ്രധാനമായിട്ട് നമ്മൾ അഭിസംബോധന ചെയ്തു. അപ്പൊ ചിലപ്പോൾ യോഗത്തിന്റെ അവസാന സാഹചര്യത്തിലായിരിക്കും. എന്നിരുന്നാലും പൊതുവെ പറയുക, വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ടായ ശ്രേഷ്ഠരായ ആള് സദസ്യരെ, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ പറഞ്ഞ് ഒരു പൊതുവായിട്ട് പറഞ്ഞു നിർത്താം. എന്നിരുന്നാലും ഭംഗി എല്ലാവരും എടുത്തു പറയുന്നതാണ്. അതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത്, അപ്പൊ ഞാൻ ആമുഖത്തിന്റെ ഭാഗങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യം അതിൽ നമ്മൾ ചെയ്യുന്നത് അഭിസംബോധന പറഞ്ഞുകൊണ്ട് തുടങ്ങുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് തുടക്കം, ബിഗിനിങ്. അത് വളരെ പ്രധാനപ്പെട്ട, നമ്മളൊരു പ്രസംഗം തുടങ്ങുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഇംഗ്ലീഷിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചൊല്ലുണ്ട്, വെൽ ബിഗാൻ ഈസ് ഹാഫ് ഡൺ. നല്ല തുടക്കം പകുതി പൂർത്തീകരിച്ചു എന്നാണ്. അപ്പൊ നമ്മൾ തുടങ്ങുന്നത് വളരെ ശ്രദ്ധയോടുകൂടി, വളരെ ബോധപൂർവമായ പ്രയോഗങ്ങളോടുകൂടി പ്രസംഗം തുടങ്ങിയില്ലെങ്കിൽ ആളുകൾക്ക് നമ്മെ തുടർന്ന് പ്രസംഗം കേൾക്കാൻ താല്പര്യം ഉണ്ടായി എന്ന് വരത്തില്ല. അപ്പൊ നമ്മൾ എങ്ങനെ പ്രസംഗം ആരംഭിക്കുന്നതനുസരിച്ച് വളരെയധികം ആളുകൾ നമ്മുടെ ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കുകയാണ്. അപ്പൊ ആദ്യം നമ്മുടെ മേൽ ശ്രദ്ധ വരികയാണ് എല്ലാവരും. ആ ശ്രദ്ധ നമ്മൾ കാര്യക്ഷമമായ രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ ഒരു തുടക്കം കാഴ്ചവെക്കണം. ആ തുടക്കത്തിലൂടെ നമുക്ക് ആൾക്കാരെ ക്യാപ്ചർ ചെയ്തെടുക്കാൻ കഴിയും. അതാണ് പ്രസംഗത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. അപ്പൊ അതിന് നമ്മൾ പലതരത്തിലുള്ള തുടക്കങ്ങൾ സ്വന്തമായിട്ടോ അല്ലെങ്കിൽ വായിച്ചോ ക്രമപ്പെടുത്തി കണ്ടെത്തണം. എങ്ങനെ എനിക്ക് അട്രാക്റ്റീവായിട്ട് നല്ലൊരു തുടക്കം കൊടുക്കുവാൻ കഴിയും. ചരിത്രത്തില് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ശ്രദ്ധേയമായ തുടക്കം കുറിച്ച ഒരാളാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, നമ്മുടെ മാർക്കാനയുടെ പ്രസംഗം. ജൂലിയസ് സീസർ എന്ന് പറയുന്ന ഭരണാധികാരി മരിച്ചു കിടക്കുകയാണ്, അല്ലെങ്കിൽ കൊല്ലപ്പെട്ട് കിടക്കുകയാണ്.
കൊല്ലപ്പെടുത്തുന്നതിന് കാരണമായിട്ട് മാറിയത് ബ്രൂട്ടസും കൂട്ടരുമാണ്. അപ്പൊ അവരും ഭരണാധികാരും എല്ലാം അവിടെ നിൽപ്പുണ്ട്, നാട്ടിലെ ജനങ്ങൾ മുഴുവൻ നിൽപ്പുണ്ട്. അവരുടെ മുമ്പിൽ നിന്നുകൊണ്ട് മാർക്കാനെ പ്രസംഗിക്കുക. മാർക്കാനെ ആദ്യം പ്രസംഗിക്കുമ്പോൾ 3 വാക്കുകളാണ് ഉപയോഗിച്ചത്. അത് എല്ലാവരെയും ആകർഷിക്കാൻ കാരണമായിട്ട് മാറി. ആദ്യം അദ്ദേഹം വിളിച്ചത് ഫ്രണ്ട്സ് എന്ന്, അപ്പം കൂട്ടുകാരെ. അപ്പം ആദ്യത്തെ ഒരു അഡ്രസ്സിങ് തന്നെ വളരെയധികം ശ്രദ്ധേയമായിട്ട് മാറി. അപ്പൊ അതുകൊണ്ട് എല്ലാവരും സാഗൂതം ഈ മനുഷ്യനെ ശ്രദ്ധിച്ചു. ഇതിനടുത്ത് പറഞ്ഞത് കൺട്രിമാൻ എന്നാണ്. കൺട്രിമാൻ എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ റോമിന് ഈ കൾച്ചറലായ മനുഷ്യർ എന്നുള്ള രീതിയിൽ ഒരു ഗ്രീറ്റിംഗ്സ് ആണ്. അപ്പൊ കൾച്ചറുള്ളവരാണ്, നിങ്ങൾ സംസ്കാര സമ്പന്നരാണ് നമ്മൾ പറയും പോലെ. അപ്പൊ അത് ഒരു വളരെയധികം അവർക്ക് ഉന്നതി പകർന്നു കൊടുക്കുന്നതിന് കാരണമായിട്ട് മാറി. അപ്പം കൂട്ടുകാരൻ മാത്രമല്ല, അതിലുപരി ഒരു സംസ്കാര സമ്പന്നരായിട്ട് എന്നെ കരുതുകയാണെന്നുള്ളൊരു തോന്നൽ കേട്ടിരിക്കുന്നവർക്കുണ്ടാകുക. മൂന്നാമത് അദ്ദേഹം പറഞ്ഞത് റോമൻസ്. റോമൻസ് എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ കീഴടക്കി ഭരിക്കുന്ന രാജ്യമാണ്. അപ്പൊ റോമൻസ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും സിരകളിൽ രക്തമൊഴുകുന്ന മനോഭാവം. അപ്പൊ ഈ 3 അഭിവാദനം കേട്ടപ്പോൾ തന്നെ എല്ലാവരും ഇളകി ആ പ്രസംഗം കേൾക്കാൻ വേണ്ടി അടുത്തേക്ക് വരികയാണ് മാർക്കാനിന്. ആ പ്രസംഗം അദ്ദേഹം തുടർന്ന് പറയുന്നത് എന്താണ്? ഐ കെയിം ടു ബറി സീസർ, നോട്ട് ടു പ്രൈസ് ഹിം. ഈ സീസറിനോട് ശത്രുതയോടുകൂടി അയാളെ കൊലപ്പെടുത്തി അയാൾ അവിടെ ശവമഞ്ചത്തിൽ കിടക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അദ്ദേഹത്തെ പുകഴ്ത്താൻ വേണ്ടി വന്നതല്ല, ബെറിയാൻ വേണ്ടി വന്നതാണ്. അപ്പൊ ആൾക്കാർക്ക് ശാന്തമായി. അപ്പൊ ഈ പ്രസംഗം തുടർന്ന് നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ എല്ലാവരും അവസാനം ബ്രൂട്ടസിനെതിരായിട്ട് തിരികെയും ബ്രൂട്ടസിനെ അവരെല്ലാവരും ആക്രമിച്ച് കൊല്ലുകയും ചെയ്യുന്ന സംഭവത്തിലേക്ക് കടക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മുടെ പ്രസംഗത്തിന്റെ ആരംഭം സദസ്യരെ കയ്യിലെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രകടനമായിരിക്കണം. അതിന് സഹായിക്കുന്ന രീതിയിലുള്ള മനോഹരമായ പ്രയോഗങ്ങളും മനോഹരമായ വാക്യങ്ങളുടെ കൺസ്ട്രക്ഷനും ഒക്കെ നമ്മൾ സ്വന്തമാക്കാൻ വേണ്ടി പരിശ്രമിക്കണം. അപ്പൊ അതുകൊണ്ട് ആദ്യത്തെ പ്രസംഗത്തിന്റെ തുടക്കം മനസ്സിൽ ഉറച്ച് ആണെങ്കിൽ എഴുതി വെച്ച് കാണാതെ പഠിച്ച് പോകുന്നതാണ് ഏറെ നല്ലത്. അപ്പൊ അത് ഒരിക്കലും നമ്മെ മോശമാക്കാൻ അനുവദിച്ചുകൂടാ. അപ്പൊ അത് ആദ്യത്തെ ഈ അഭിസംബോധനയും തുടക്കവും കേട്ട് കഴിയുമ്പോൾ തുടർന്ന് കേൾക്കാനുള്ള ഒരു താല്പര്യം മനസ്സിൽ ജനിപ്പിക്കത്ത രീതിയിലുള്ള ഒരു ജിജ്ഞാസ ക്രിയേറ്റ് ചെയ്യപ്പെടും. ആ ജിജ്ഞാസ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ പ്രസംഗത്തിന് തുടക്കം കുറിച്ച് മുന്നോട്ട് പോകണം. അപ്പൊ ഇത് ശ്രദ്ധ കൊണ്ടുവരുവാനും അതോടൊപ്പം തന്നെ ഈ പ്രധാനമായിട്ടും ഈ ആമുഖത്തിന് വേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം വിഷയത്തിന്റെ അവതരണമാണ്. അപ്പൊ നമ്മൾ അഭിസംബോധന ചെയ്തിട്ട് അടുത്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത് അടുത്ത് നമ്മുടെ വിഷയത്തെ അവതരണം. ഞാൻ എന്തിനാണ് വന്നതെന്ന് വിഷയം പറയാം. വിഷയത്തോടൊപ്പം പറയേണ്ട മറ്റൊരു കാര്യം സന്ദേശമാണ്. ഈ വിഷയത്തിലൂടെ എനിക്കുള്ള ഒരു സന്ദേശം എന്നാണ്. ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, നമ്മൾ നേതൃത്വത്തെ കുറിച്ചാണ് പ്രസംഗിക്കുന്നത് വിചാരിക്കും. അപ്പൊ നേതൃത്വത്തെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ പ്രസംഗത്തിന്റെ വിഷയം വ്യക്തമായി പറയാം. ഇന്ന് ഞാൻ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് കാരുണ്യത്തിന്റെ ശക്തിയെ കുറിച്ചാണ്, അല്ലെങ്കിൽ നേതൃത്വത്തിന്റെ പ്രത്യേകതയെ കുറിച്ച് ഞാൻ പറയാം. അല്ലെങ്കിൽ കാരുണ്യത്തെ കുറിച്ചാണെങ്കിൽ കാരുണ്യത്തിന്റെ ശക്തിയെ കുറിച്ചാണ്. അപ്പൊ അതിന്റെ സന്ദേശം എന്തായിരിക്കും? കാരുണ്യം ദൗർബല്യമല്ല, അത് ജീവിതങ്ങളെ മാറ്റിമറിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ അത് സഹായിക്കും. അതാണ് സന്ദേശം. അപ്പൊ ഒരു വിഷയം അവതരിപ്പിക്കുന്നു, ആ വിഷയത്തോട് അനുബന്ധമായ ഒരു സന്ദേശം. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട. അപ്പൊ ഇത് രണ്ടും നമുക്ക് ഉണ്ടാകണം. അപ്പൊ പ്രസംഗിക്കാൻ വരുന്നതിന് മുമ്പ് നമ്മുടെ വിഷയവും നമ്മുടെ മനസ്സിലുള്ള സന്ദേശവും നമ്മൾ വളരെയധികം ശ്രദ്ധയോടുകൂടി സ്വരൂപിച്ച് വെച്ചിരുന്നാൽ മാത്രമേ ഇത് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ആമുഖത്തിൽ പറയേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് അഭിവാദ്യം ചെയ്യുക, തുടക്കം, അതിന്റെ ആദ്യത്തെ തുടക്കം വളരെ മനോഹരമായിട്ട് ആരംഭിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അതോടൊപ്പം ആ തുടക്കത്തിന്റെ ഭാഗമായിട്ട് വിഷയവും സന്ദേശവും രൂപപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കുക. ഇതാണ് നമ്മുടെ പ്രസംഗത്തിന്റെ ആദ്യ ഭാഗത്തിൽ വരേണ്ടത്. ഇത്രയും നമ്മൾ ഹൃദയസ്ഥമാണെങ്കിൽ പേടിക്കാൻ ഇല്ല, നമ്മൾ തുടങ്ങി കഴിയുന്നതാണ്. ഇത്രയും നമുക്ക് ഒരു സങ്കോചവുമില്ലാതെ നല്ല രീതിയിൽ ഹൃദയസ്ഥമായിട്ട് പറയാൻ കഴിഞ്ഞാൽ പിന്നെ ഫ്ലോ ആയിട്ട് കാര്യങ്ങൾ വന്നോളൂ. അപ്പൊ അതുകൊണ്ട് ആദ്യം നമ്മൾ ഇത് ഉറപ്പിക്കുക മനസ്സിൽ. എന്റെ മനസ്സിൽ ശക്തമായിട്ട് ഉറപ്പിക്കപ്പെടേണ്ടത് ഈ പറയുന്ന കാര്യങ്ങളാണ്. അപ്പം ഇനി ഈ ഗ്രീറ്റ് ചെയ്യുമ്പോൾ ഒരു പക്ഷെ നിങ്ങൾക്ക് കയ്യിൽ ഞാൻ വേറെ ദിവസത്തിൽ എങ്ങനെയാണ് പ്രസംഗക്കുറിപ്പ് തയ്യാറാക്കേണ്ടതെന്നും പ്രസംഗക്കുറിപ്പ് എങ്ങനെയാണ് വെച്ച് പ്രസംഗിക്കേണ്ടതിനെ കുറിച്ച് വേറെ ക്ലാസ്സിൽ എടുക്കാം. ഇപ്പോഴ് നമ്മൾ അങ്ങനെ ഒരു കുറിപ്പ് തയ്യാറാക്കി അതിൽ എഴുതി വെക്കുന്നതായിരിക്കും ഡോക്ടറാണ്, അല്ലെങ്കിൽ MP ആണ്, അല്ലെങ്കിൽ MLA ആണ്. അയാളുടെ വിശേഷണങ്ങളൂടെ നമ്മൾ ഈ തുടക്കത്തിൽ പറയണം. എങ്കിൽ മാത്രമേ അവർക്ക് അത് സ്വീകാര്യമായിട്ട് മാറുള്ളൂ. ഇതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് പ്രസംഗ ഗാത്രം, അല്ലെങ്കിൽ ബോഡി ഓഫ് ദ സ്പീച്ച്. ഇപ്പൊ ബോഡി ഓഫ് ദ സ്പീച്ച് പ്രധാനമായിട്ടും ഇനിയാണ് നമ്മൾ വിഷയത്തെ വിശകലനം ചെയ്ത് സംസാരിക്കുന്നത്. അപ്പൊ ആദ്യ വിഷയം കൊടുത്തു കഴിഞ്ഞു, അതിന്റെ സന്ദേശം പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ആൾക്കാർക്ക് അറിയാം എന്താണ് ഞാൻ പറയാൻ പോകുന്നത്, ഏകദേശം ഒരു ധാരണയുണ്ടായി. ഇനി അതിന്റെ വിശകലനമാണ്. വിശകലനത്തിലേക്ക് ആളുകൾ കടക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലായിരിക്കണം ആരംഭത്തിന്റെ ഭാഗങ്ങൾ എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം. അടുത്ത നമ്മൾ ഈ വിഷയങ്ങളെ അവതരിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്,
പ്രധാനപ്പെട്ട വിഷയങ്ങളും ഉപ ആശയങ്ങളും കൂടെ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇപ്പൊ ഒരു പ്രസംഗത്തില് ഒരു 5 മിനിറ്റ് പ്രസംഗമാണെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ആശയം ഒന്ന് മതി, അതിന്റെ ഉപ ആശയങ്ങളായിട്ട് 3, 4, 2 ഒക്കെ ആകാം. അപ്പൊ ഒരു സാധാരണ ഉള്ള ഒരു പ്രസംഗത്തില് ഒരു 2 മുതൽ 5 വരെയുള്ള പ്രധാനപ്പെട്ട ആശയങ്ങളാകാം. 2 മുതൽ 5 വരെയുള്ള പ്രധാനപ്പെട്ട ആശയങ്ങളുടെ മേല് അതിന്റെ ഓരോ ആശയത്തിന്റെയും കീഴായിട്ടുള്ള ഉപ ആശയങ്ങളൂടെ ഉണ്ടാകണം. അപ്പൊ ഉപാശയങ്ങളും പ്രധാനപ്പെട്ട ആശയങ്ങളും, അങ്ങനെ പ്രധാനപ്പെട്ട 5 ആശയങ്ങൾ, ആ 5 ആശയങ്ങളെയും വളരെ ശക്തമായ രീതിയിൽ പിൻബലപ്പെടുത്തുന്ന ഈ ഉപ ആശയങ്ങളൂടെ ക്രോഡീകരിക്കപ്പെടുന്നതായിരിക്കണം പ്രസംഗം. അങ്ങനെയുള്ള ആശയങ്ങളെ അതാണ് വിശകലനം ചെയ്യാൻ നമ്മൾ ഒരുങ്ങേണ്ടത്. അപ്പൊ അതിന് ആദ്യ കാലഘട്ടത്തിൽ നിങ്ങൾ എഴുതി പ്രസംഗിക്കുന്നതായിരിക്കും നല്ല. ഞങ്ങൾ എപ്പോഴും പരിശീലിപ്പിക്കുമ്പോൾ ആദ്യം നിർബന്ധിച്ച് എഴുതിപ്പിച്ച് പറയിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പൊ അത് നിർബന്ധിച്ച് എഴുതിപ്പിച്ച് പറയുമ്പോൾ ഒരു ഗുണം, നമുക്ക് സംഗതി കയ്യിലുള്ളത് കൊണ്ട് നമുക്ക് അല്പം കൂടെ ഒരു കോൺഫിഡൻസ് ആയിട്ട് പറയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ആദ്യ കാലഘട്ടങ്ങളിൽ എഴുതി പ്രസംഗിക്കുകയാണ് നല്ലത്. ഈ തുടക്കക്കാർ, ഒരുപാട് പ്രസംഗിച്ചവർക്ക് അത് ആവശ്യമില്ല. അപ്പൊ ആദ്യം പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെ എഴുതുകയാണെങ്കിൽ, അപ്പൊ അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ആശയങ്ങളും എഴുതാൻ പറ്റില്ലെങ്കിൽ പ്രധാനപ്പെട്ട ആശയങ്ങളും അതിൽ വരുന്ന പ്രധാനപ്പെട്ട ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഡേറ്റ്സ്, പേരുണ്ടെങ്കിൽ പേര്, ഉദ്ധരണികൾ ഉണ്ടെങ്കിൽ ഉദ്ധരണികൾ, അതുപോലെ തന്നെ ബൈബിൾ കൊട്ടേഷൻസ് ഉണ്ടെങ്കിൽ ആ കൊട്ടേഷൻസ്, അതൊക്കെ വളരെ കറക്റ്റ് ആയിട്ട് പറയണം. അത് പലപ്പോഴും തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രസംഗത്തിന്റെ ഈ ഒരു സ്വീകാര്യത നഷ്ടപ്പെടുന്നതിന് കാരണമെന്നാണ്. അപ്പൊ നമ്മുടെ പ്രസംഗം സ്വീകാര്യമാകുവാൻ വേണ്ടി ആശയത്തെ ശക്തിപ്പെടുത്തുവാൻ പോകുന്ന ഉദ്ധരണികളും ആശയത്തെ ബലപ്പെടുത്തുന്ന പ്രത്യേകമായ പ്രഗത്ഭരുടെ വാക്യങ്ങളുമൊക്കെ സഹായകമായിട്ട് മാറും. ആ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നമ്മൾ കണ്ടെത്തി ഉപയോഗിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അത് അതിന്റെ ഭാഗം. അപ്പൊ ആശയങ്ങളെ ക്രമപ്പെടുത്തി അവതരിപ്പിക്കുവാൻ പറ്റുന്ന രീതിയിലുള്ള ആശയ വിശകലനം നമ്മൾ നമ്മോട് തന്നെ നടത്തണം. മറ്റുള്ളവരായിട്ട് ചർച്ച ചെയ്ത് ആകാം, പക്ഷെ പ്രധാനമായിട്ടും ഞാൻ ആശയങ്ങളെല്ലാം ക്രമീകരിച്ചതിന് ശേഷം എന്നോട് തന്നെ ഞാൻ ആശയവിനിമയം നടത്തി ആശയങ്ങളെ ക്രമപ്പെടുത്തണം. ഒന്നാമത് ഞാൻ പറയുന്നതായിരിക്കും, അതിന് സഹായമാകുന്ന ഉപമയോ അല്ലെങ്കിൽ വാക്യങ്ങളോ അല്ലെങ്കിൽ ഉദ്ധരണികളോ പറയുന്നതായിരിക്കും, അല്ലെങ്കിൽ ഡേറ്റ് പറയണമെങ്കിൽ അതായിരിക്കും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ആശയം ഇതാണ്, അതിനെ ബലപ്പെടുത്തുന്നത് തന്നെയാണ്. ഇങ്ങനെ ഓരോ ആശയങ്ങൾക്കും സഹായകമാകുന്ന രീതിയിലുള്ള ആശയത്തിന്റെ വിശകലനത്തിന് രൂപകൽപ്പന നൽകിക്കൊണ്ട് ഞാൻ പ്രസംഗം ഒരുങ്ങി അവതരിപ്പിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് പോകും. അപ്പൊ അത് നമ്മുടെ മനസ്സിൽ ആശയങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ ആശയങ്ങൾ, അപ്പം ആദ്യം നമ്മൾ ആമുഖത്തിൽ പ്രധാനപ്പെട്ട ആശയം അവതരിപ്പിച്ചു. ആശയത്തിന്റെ വിശകലനമാണ് പിന്നെ ബോഡിയിൽ നടക്കുന്നത്. ആശയത്തിന്റെ വിശകലനം ക്രമാനുഗതമായിട്ട് വ്യാപിപ്പിച്ച് അത് വലിയ നല്ലൊരു പ്രസംഗമായിട്ട് മാറ്റത്തക്ക രീതിയിൽ നമ്മൾ അതിന് വർക്ക് ചെയ്യണം. അത് വർക്ക് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് പിന്നെ കോൺഫിഡൻസ് ആയി. മാറ്റർ ഇല്ലാത്തതുകൊണ്ട് പലപ്പോഴും നമുക്ക് കോൺഫിഡൻസ് ഇല്ലാത്തത്. അപ്പൊ ഒരിടത്ത് പോയി എന്ത് പറയണമെന്ന് നമുക്കറിയില്ല, എന്ത് പറയണമെന്ന് അറിയില്ല, നമ്മൾ എന്ത് പറയണമെന്ന് ഒരുങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഏതൊരു രീതിയിലും പ്രസംഗം പറയാൻ പോകുന്നു എന്നുള്ള ഒരു അവസരം ഉണ്ടാകുകയാണെങ്കിൽ ആദ്യം ഒന്ന് അല്പസമയം ഇരുന്ന് സ്വസ്ഥമായിട്ടിരുന്ന് ഈ ഒരു ക്രമങ്ങളൊക്കെ ഒന്ന് പാലിച്ചുകൊണ്ട് ഞാൻ എങ്ങനെയാണ് അഭിസംബോധന ചെയ്യുന്നത്, അതിൽ പ്രധാനപ്പെട്ട വിഷയം ഞാൻ എന്താണ് കൊടുക്കുന്നത്, അതിൽ സന്ദേശമായിട്ട് ഞാൻ എന്താണ് കൊടുക്കുന്നത് എന്നതിനെ കുറിച്ചൊരു മനസ്സിലൊരു രൂപകൽപ്പന ചെയ്യും. എന്നിട്ട് ആ ആശയങ്ങൾ എങ്ങനെയാണ് വിശദീകരിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ചിന്തയൊക്കെ രൂപപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കും. അത് നമ്മൾ എക്സസൈസ് ചെയ്താലേ വരുള്ളൂ, അല്ല വെറുതെ ഇരുന്ന് നമ്മൾ കിട്ടത്തില്ല. അപ്പൊ നമ്മൾ അല്പസമയം ആ വിഷയത്തെ കുറിച്ചൊന്ന് ശാന്തമായിരുന്ന് ആലോചിക്കുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടും, നമുക്ക് അനുഭവങ്ങൾ ഒരുപാട് കിട്ടും, നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയ സംഭവങ്ങൾ ഒത്തിരി കിട്ടും. അപ്പൊ അത് അല്പം സ്വസ്ഥമായിട്ട് ആ വിഷയത്തിന്മേലൊന്ന് അടയിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഈ കുഞ്ഞിന് അടയിരിക്കുമ്പോൾ എന്താ ചെയ്യുന്നത്, ആ കോഴിക്കുഞ്ഞിന്റെ അടയിരിക്കുവാൻ വേണ്ടി മുട്ടയുടെ മുകളില് ചൂട് കൊടുത്തുകൊണ്ട് അനങ്ങാതെ അവിടെ ഇരിക്കുക ചെയ്യുന്നത് തള്ളക്കോഴി. അങ്ങനെ അനങ്ങാതെ അവിടെ ഇരുന്ന് ചൂട് കൊണ്ട് ഈ കോഴിക്കുഞ്ഞിനെ വിരിയിച്ചെടുക്കുന്നത് ഒരമ്മയുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്തോഷകരമായ മുഹൂർത്തമാണ്. അതുപോലെ ഒരു പ്രസംഗകരെ സംബന്ധിച്ചിടത്തോളം ആശയങ്ങളുടെ മേൽ അടിയിരുന്നു കൊണ്ട് അതിന്റെ മുകളിൽ ഇരുന്ന് അതിനെ ചൂട് കൊടുത്ത് അതിനെ ജനിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് പ്രസംഗന്റെ വലിയ വിജയമായിട്ട് വരുന്നത്. അതിന് നമ്മൾ അല്പസമയം അടയിരിക്കണം, സ്വസ്ഥമായിട്ടിരിക്കണം. ഇരുന്നാൽ മാത്രമേ കുഞ്ഞുണ്ടാവുകയുള്ളൂ, ഇല്ലെങ്കിൽ ഉണ്ടാകത്തില്ല. അപ്പൊ അത് നമ്മൾ കണ്ടെത്തണം. അപ്പൊ അതിന് നമ്മൾ സമയം കണ്ടെത്താനൊക്കെ എളുപ്പമാണ്. നമ്മുടെ മൊബൈലൊക്കെ ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം കിട്ടും. അതെനിക്ക് വലിയ പ്രശ്നം ഉണ്ടാകുന്നില്ല. പക്ഷെ നമ്മൾ അതിന് സന്നദ്ധരാകുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് പ്രസംഗം ശക്തിപ്പെടുവാൻ വേണ്ടി വേണ്ടത് ഈ ആശയങ്ങളുടെ ക്രമാനുഗതമായ വികാസമാണ്. ആശയങ്ങൾ ക്രമാനുഗതമായിട്ട് വികസിക്കുവാൻ ഉതകുന്ന രീതിയിലുള്ള ആശയ ക്രമീകരണങ്ങൾ, പ്രധാന ആശയം, ഉപ ആശയങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ക്രമാനുഗതമായിട്ട് ചേർത്ത് വയ്ക്കാൻ വേണ്ടി പരിശ്രമിക്കണം. അപ്പൊ ഇവിടെ ഉദാഹരണം പറയാം, നമ്മുടെ നേതൃത്വത്തെ കുറിച്ചാണ് പ്രസംഗിക്കാൻ വേണ്ടി പറയുന്നത് വിചാരിക്കും. അപ്പൊ സേവനത്തിലൂടെയുള്ള നേതൃത്വം, അതിനൊരു ഒന്നാമത്തെ ആശയം എനിക്ക് പറയാം. രണ്ടാമത് ക്രാന്തദർശിത്വത്തോടെയുള്ള ഒരു നേതൃത്വം. ക്രാന്തദർശിത്വം എന്ന് പറഞ്ഞാൽ ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു നേതൃത്വ ശൈലി.
അതുകൂടാതെ എനിക്ക് പറയാം നിഷ്ഠയിലുള്ള ഒരു നേതൃത്വം. അപ്പൊ ഒരു നേതൃത്വത്തെ കുറിച്ച് പറയുമ്പോൾ ഞാൻ 3 ആശയങ്ങൾ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഒന്ന് സേവനത്തെക്കുറിച്ച്, രണ്ടാമത് ക്രാന്തദർശിത്വത്തെക്കുറിച്ച്, മൂന്നാമത് നിഷ്ഠയായ ജീവിതചര്യയെക്കുറിച്ച്. ഇത് മൂന്നും ഒരു നേതാവിന് ആവശ്യമാണ്. അപ്പൊ ഈ നേതാവിന്റെ 3 കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് അതിനെ വിശകലനം ചെയ്യാൻ വേണ്ടി ഉപമകളോ കഥകളോ സംഭവങ്ങളോ വാക്യങ്ങളോ വാക്തോടികളോ ഒക്കെ ചേർത്ത് വയ്ക്കുമ്പോൾ പ്രസംഗമായി. അപ്പൊ അതിന് ഈ പ്രധാനപ്പെട്ട ആശയങ്ങൾ നമ്മൾ മനസ്സിലൊന്ന് കാണണം. അതിന് നമ്മൾ അല്പസമയം ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് ആശയങ്ങൾ കിട്ടും. അതാണ് അതിന്റെ ഒരു പ്രസംഗത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ അതിന്റെ സമാപനമാണ്. ഈ സമാപനത്തിന് മുമ്പ് അപ്പൊ നമുക്ക് ഏകദേശം ഈ ആശയത്തിന്റെ ഒരു വിശകലനം കഴിഞ്ഞു. ആശയത്തിന്റെ വിശകലനത്തോടൊപ്പം അതിൽ വരേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എന്നാണ്. ഇതിന്റെ പ്രായോഗികത. പ്രായോഗികത പറയാതെ പ്രസംഗം അവസാനിപ്പിക്കരുത്. ഏതൊരു പ്രസംഗം പറഞ്ഞാലും അതിന് പ്രായോഗികമായ ചില നിർദ്ദേശങ്ങൾ കൊടുക്കണം, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഉരുത്തിരിയപ്പെടണം. അത് നമ്മുടെ മനസ്സിൽ കാണണം. അപ്പൊ നമ്മൾ ഒരു പ്രസംഗം പറയുമ്പോൾ ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്ന നേതൃത്വത്തെ കുറിച്ചാണ്. ഇപ്പൊ നേതൃത്വത്തിലെ ഈ 3 ഘടകങ്ങൾ പറഞ്ഞതിന് ശേഷം നിങ്ങൾ അങ്ങനെ ഇപ്രകാരമുള്ള ചര്യയിലൂടെ നല്ല നേതാക്കളായിട്ട് വരണമെന്നുള്ള ഒരു നിർദ്ദേശം കൂടെ കൊടുത്ത് അവസാനിപ്പിക്കാൻ കഴിയണം. അതാണ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ. അപ്പൊ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ കൂടെ ഉണ്ടെങ്കിൽ പ്രസംഗം വളരെ ഗംഭീരമായിട്ട് മാറുന്നതിന് കാരണമായിട്ട് മാറും. അപ്പം ഈ ബോഡി ഓഫ് ദ സ്പീച്ച് അല്ലെങ്കിൽ പ്രസംഗ ഗാത്രത്തിൽ വേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ആശയങ്ങളുടെ ക്രമാനുഗതമായ വികാസം, അതിനെ വികസിപ്പിക്കുന്നതിന് ആവശ്യമായ ഘടകങ്ങൾ എന്ന് പറയുന്ന ഉപമകളും ഉദാഹരണങ്ങളും അതോടൊപ്പം തന്നെ ഉദ്ധരണികളും ഒക്കെ ചേരുവയാണ്. അവയെല്ലാം കൂടെ ചേർത്ത് വളരെ മനോഹരമായിട്ട് ക്രമപ്പെടുത്തുമ്പോൾ പ്രസംഗം വളരെ ആകർഷകമായിട്ട് എനിക്ക് അവതരിപ്പിക്കുന്നതിന് കഴിയും. മൂന്നാമത്തെ ഘടകമായിട്ട് നമ്മൾ കാണുന്നത് സമാപന ഭാഗമാണ്. അതിനെ നമ്മൾ കൺക്ലൂഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. അതിനെ ക്രോഡീകരിക്കുക എന്നുള്ളതാണ്. സമാപിപ്പിക്കുക അല്ലെങ്കിൽ സംഗ്രഹിക്കുക എന്ന് പറയും. അപ്പൊ അവിടെ പ്രധാനമായിട്ടും പറഞ്ഞ ആശയങ്ങളെ സംഗ്രഹിപ്പിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. പലപ്പോഴും ഈ കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ ചില ആൾക്കാർ ഇതുവരെ പറയാത്ത പുതിയ കാര്യങ്ങളായിരിക്കും പറയുന്നത്. അതൊരിക്കലും പറയാം. കൺക്ലൂഷൻ എന്ന് പറയുന്നത് പറഞ്ഞ കാര്യങ്ങളെ ക്രോഡീകരിച്ച് പറയുന്നതാണ്. അപ്പൊ നമ്മൾ പറയാൻ വേണ്ടി പരിശ്രമിച്ച കാര്യങ്ങൾ ഇന്നതൊക്കെയാണെന്നൊന്ന് ക്രോഡീകരിച്ച് പറയാൻ വേണ്ടി നമുക്ക് കഴിയണം. അപ്പൊ എപ്പോഴും ആമുഖവും ക്രോഡീകരണവും മനസ്സിലുണ്ടായിരിക്കണം. തുടക്കം അതാണ്. തുടക്കത്തിൽ ഞാൻ പറയുന്ന ആശയങ്ങൾ അതാണ്. അതിന്റെ ക്രോഡീകരണത്തിൽ പറയുന്ന ആശയങ്ങൾ. ഇത് ഒരു ബന്ധം. ഇത് 3 ഭാഗങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ആ ബന്ധത്തിന്റെ പ്രത്യേകതയാണ് നമ്മുടെ പ്രസംഗത്തെ അടിസ്ഥാനപരമായിട്ട് സ്വീകാര്യമായിട്ട് മാറ്റുന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ആ സംഗ്രഹത്തിന് പ്രധാനമായിട്ടും കാര്യങ്ങൾ ചുരുക്കി പറയുന്നു. പിന്നെ ഉദാഹരണങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല. ചില ആൾക്കാര് ഈ കൺക്ലൂഷൻ കയറി ഉദാഹരണങ്ങൾ കഥകളൊക്കെ പറയണം. അതിന്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് പറയേണ്ട കഥകളും സംഭവങ്ങളും വാക്ധോരണികളും ഉദ്ധരണികളും എല്ലാം ബോഡിയിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെ ഒന്ന് സംഗ്രഹിച്ച് പറയുന്നതാണ് നല്ലത്. പിന്നെ നിങ്ങൾ നല്ല പ്രസംഗകരായിട്ട് മാറുമ്പം അങ്ങനെ സംഗ്രഹിക്കേണ്ട ചില 1-2 ആകർഷകമായ വാക്യങ്ങൾ പറഞ്ഞിട്ട് അബ്രപ്റ്റായിട്ട് അങ്ങ് നടത്താം. അത് ചിലപ്പോൾ പെട്ടെന്ന് നടത്തുമ്പോൾ ചില പ്രസംഗങ്ങളൊക്കെ വളരെ നന്നായിട്ട് തോന്നും. അപ്പൊ അത് മനസ്സിലിരിക്കുകയും ചെയ്യും. അപ്പൊ അവസാനിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരുപക്ഷെ എന്തെങ്കിലും പ്രത്യേകമായ പ്രയോഗങ്ങളോ ഏതെങ്കിലും മനോഹരമായ വാക്യങ്ങളോ ഒക്കെ പറഞ്ഞ് നിർത്തുമ്പോൾ അല്പം കൂടെ അത് ഒരുപക്ഷെ മനസ്സിൽ സ്വീകാര്യമായ രീതിയിൽ നിലനിർത്തുന്നതിന് കാരണമായിട്ട്. അപ്പൊ ഈ അവസാന ഭാഗത്ത് സംഗ്രഹിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്നും ക്രോഡീകരിച്ച് പറയുന്നു, നമ്മൾ ആപ്ലിക്കേഷൻ ഒന്നുകൂടെ ആവർത്തിച്ച് പറയുന്നു. അതുകൂടാതെ എന്തെങ്കിലും കൊട്ടേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് ആകർഷകമായ ഒരു വാക്കോ ഒക്കെ പറഞ്ഞുകൊണ്ട് നിർത്തുമ്പോൾ ഇതൊരു സ്വാഭാവികമായ ഒരു പരിണാമത്തിലെത്തുകയും സമാപ്തി പ്രാപിക്കുകയും ചെയ്യും. അപ്പൊ ഈ ഒരു ഘടന എപ്പോഴും മനസ്സിലുണ്ടാകും. അപ്പൊ ഏതൊരു പ്രസംഗിക്കുമ്പോഴും ഈ 3 കാര്യങ്ങളും മനസ്സിലുണ്ടായിരിക്കണം. അതിനെപ്പോഴും ഒരു ആമുഖം ഉണ്ടായിരിക്കണം, അതിന് ഒരു ഗാത്രം ഉണ്ടായിരിക്കണം, അതിന് ഒരു സംഗ്രഹം ഉണ്ടായിരിക്കണം. ഇത് അതിന്റെ ഉള്ളടക്കമായിട്ട് കണ്ടുകൊണ്ടായിരിക്കണം പ്രസംഗം തയ്യാറാക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇപ്രകാരമുള്ള കുറെ പ്രസംഗങ്ങൾ നിങ്ങൾ എഴുതുകയാണെങ്കിൽ, ഒരു 2-3 പ്രസംഗം എഴുതുകയാണെങ്കിൽ അത് തന്നെ വലിയ ഒരു പാഠമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരികയും അത് വളരെ ശക്തമായിട്ട് രീതിയിൽ നിലകൊള്ളുകയും ചെയ്യും എന്നുള്ളതാണ് പ്രത്യേകത. അപ്പൊ അതുകൊണ്ട് ആദ്യത്തെ ഭാഗം എനിക്ക് പറയാനുള്ളതാണ്. രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോഴും വ്യത്യസ്ത രീതിയിലുള്ള വ്യത്യസ്തമായ രീതിയിലുള്ള പ്രസംഗങ്ങളെ കുറിച്ചാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. പ്രധാനമായിട്ടും 2 തരത്തിലാണ് ഞാൻ അതിനെ കാണുന്നത്. ഒന്നാമത് 4 തരത്തിലുള്ള പ്രസംഗങ്ങളാണ് പൊതുവെ ലോകം മുഴുവനും അംഗീകരിച്ചതായിട്ട് കാണുന്നത്. ഒന്നാമത്തേത് തൽക്ഷണ പ്രസംഗം എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് പറയുകയാണ് ഒരാളടുത്തൊരു പ്രസംഗം പറയാൻ വേണ്ടി. നമ്മൾ സാധാരണഗതിയിൽ മത്സരത്തിൽ പോകണമെങ്കിൽ അവിടെ നടക്കുന്നത് സാധാരണ എക്സ്റ്റംപററി സ്പീച്ചാണ്. എക്സ്റ്റംപററി സ്പീച്ച് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഒരു പ്രസംഗിക്കുന്നതിന് 5 മിനിറ്റ് മുമ്പ് നമുക്ക് വിഷയം തരും. അപ്പൊ 5 മിനിറ്റിന് മുമ്പ് വിഷയം തരുമ്പോൾ ആ വിഷയം 5 മിനിറ്റ് കൊണ്ട് നമ്മൾ ഒരുക്കി പറയണം. അത് അങ്ങനെയുള്ള തൽക്ഷണ പ്രസംഗമാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും BCC യോഗത്തിന് പോകുമ്പോൾ അവിടെ ആയിരിക്കും അവർ പ്രസംഗം പറയാൻ വേണ്ടി പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള തൽക്ഷണത്തിൽ പറയാൻ വേണ്ടിയുള്ള പ്രസംഗങ്ങൾ വരും. അപ്പൊ അങ്ങനെ തൽക്ഷണ പ്രസംഗം അപ്രതീക്ഷിതമായിട്ട് വരുന്നതാണ്. നേരത്തെ ഒരുക്കമല്ല. പക്ഷെ
ഏതൊരു മീറ്റിങ്ങിന് പോകുമ്പോഴും മനസ്സിൽ അതിനെക്കുറിച്ച് ചിന്തിക്കണം. ഇന്ന് നടക്കാൻ പോകുന്ന മീറ്റിംഗ് എന്താണ്, ഏത് മീറ്റിങ്ങിനാണ് ഞാൻ പോകുന്നത്, യോഗം നടക്കുകയാണ്, ഓക്കെ ഇന്ന യോഗത്തിനാണ് ഞാൻ പോകുന്നത്, എന്ത് യോഗമാണ്. അത് പ്രത്യക്ഷത്തിൽ പറയാൻ പറ്റുന്ന ചില കാര്യങ്ങൾ എപ്പോഴും മനസ്സിലുണ്ടായിരിക്കും. അത് നമ്മുടെ മറ്റു കാര്യങ്ങൾ ചിന്തിക്കാതെ, വേറെ കാകുലപ്പെടാതെ മറ്റു കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നമ്മളൊരു യോഗത്തിന് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സമ്മേളനത്തിൽ പോവുകയാണെങ്കിൽ എന്താണ് സമ്മേളനം എന്നതിനെ കുറിച്ചുള്ളൊരു ചിന്തയോടുകൂടി പോകും. അങ്ങനെ ചിന്ത മനസ്സിലുണ്ടെങ്കിൽ ആ തൽക്ഷണ പ്രസംഗം ചാടി വീണ് പറയാൻ പറ്റും. ഒരു കാരണവശാലും തൽക്ഷണ പ്രസംഗം പറയാൻ പറയുമ്പോൾ നോ പറയാം. നിങ്ങൾ നോ പറഞ്ഞ ഒരിക്കലും പ്രസംഗകരാകില്ല. എപ്പോ പ്രസംഗിക്കാൻ പറഞ്ഞാലും ചാടിയാണ് 2 വാക്ക് പറയണം. തെറ്റായിരിക്കാം, കുഴപ്പമില്ല. നമ്മൾ പറയുന്നത് ഒരുപക്ഷെ ഈ അടുക്കും ചിട്ടയുമായിട്ട് ക്രമമായിട്ടായിരിക്കുകയില്ല, കുഴപ്പമില്ല. നമ്മൾ 5 പ്രാവശ്യം തെറ്റ് പറഞ്ഞാലേ 6ാമത്തെ പ്രാവശ്യം ശരി വരുവായുള്ളൂ. അതുകൊണ്ട് എപ്പോഴൊക്കെ ആരൊക്കെ ഒരു ചെറിയ 2 കൗള് പറയാൻ പറഞ്ഞാലും ഒരു മടി കൂടാതെ അങ്ങ് പറയണം. വായിക്കുന്നത് പറയണം. തെറ്റായിക്കൊള്ളട്ടെ ശരിയായിക്കോട്ടെ, അതിനെക്കുറിച്ച് ബോധറൈ ചെയ്യണം. അപ്പൊ നല്ല പ്രസംഗകരാകാൻ വേണ്ടിയുള്ളത് ഈ തൽക്ഷണ പ്രസംഗത്തിന് ഒരുമ്പെടുക എന്നുള്ളതാണ്. ഒരുമ്പെട്ടാൽ സാധിക്കും, ഒരുമ്പെട്ടില്ലെങ്കിൽ നടക്കൂല. അപ്പൊ അതുകൊണ്ട് ദൈവീയത പ്രസംഗിക്കാൻ ആഗ്രഹമുള്ളവരെല്ലാവരും ഏതെല്ലാം സാഹചര്യം കിട്ടുമോ ആ സാഹചര്യത്തിലെല്ലാം ചാടി വീണ് പ്രസംഗിക്കണം. ആ അവസരങ്ങളെ നിഷേധിക്കരുത്. അവസരം നമുക്ക് വേണ്ടി ഒരിക്കലും കാത്തു നിൽക്കുന്നു. അവസരം നമുക്ക് വേണ്ടി ഒരിക്കലും കാത്തു നിൽക്കുന്നു. കിട്ടുന്ന അവസരങ്ങളിലേക്ക് നമ്മൾ പ്രയോഗിക്കണം. അവസരം വരുമ്പോൾ അത് നോ പറഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും വിജയിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് നേതാക്കൾ എന്ന രീതിയിൽ, പ്രസംഗ രീതിയിൽ എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്. തൽക്ഷണ പ്രസംഗത്തിൽ എപ്പോഴൊക്കെ അവസരം കിട്ടുമോ അപ്പോഴൊക്കെ പറയണം. ഒരു കാരണവശാലും മടി വിചാരിക്കരുത്. ഒരു കാരണവശാലും നോ പറയരുത്. നോ പറഞ്ഞാൽ നിങ്ങൾ ജീവിതകാലം മുഴുവൻ നോ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു കേസ് പറഞ്ഞാൽ സാധാരണഗതിയിൽ യെസ് പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ അത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ ആദ്യമായിട്ട് ഈ ഞങ്ങളുടെ സെമിനാരിൽ ചേർന്ന ആ വർഷം പ്രാർത്ഥനാ ഗ്രൂപ്പുകളുണ്ട്. അപ്പൊ എനിക്ക് പ്രാർത്ഥിച്ചെന്ന് ശീലമില്ല. അപ്പൊ ഇവര് എല്ലാവരും ഇങ്ങനെ ഭയങ്കര സ്പോണ്ടിനസ് ആയിട്ടൊക്കെ പ്രാർത്ഥിക്കുന്നു. അപ്പൊ എനിക്ക് അങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ദൈവം എനിക്ക് എന്തോ ഓരോ പ്രാർത്ഥനയ്ക്ക് ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചു, ദൈവം എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നത്. ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പോയി അവിടെ മറ്റൊരു പ്രാർത്ഥിച്ചിട്ട് ഞാൻ അങ്ങ് തെറ്റാണ് ഇതെല്ലാം ചുമ്മാ തുടങ്ങി. അതിനുശേഷം എനിക്ക് ഒരു കുഴപ്പമില്ല, സ്മൂത്തായിട്ട് പ്രസംഗിക്കാൻ തുടങ്ങി. അപ്പൊ തുടങ്ങി കിട്ടുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അതുകൊണ്ട് തുടക്കം നിങ്ങൾ ഒരിക്കലും മുടക്കം വരുത്തരുത്. തുടക്കം എപ്പോഴും തന്റെ ഇടത്തോടുകൂടി കടന്നു വരുന്നതിന് നിങ്ങളെ തന്നെ വിട്ടുകൊടുക്കണം. ഇനി ഒന്നാമത്തത് തൽക്ഷണ പ്രസംഗം, രണ്ടാമത്തത് എഴുതി വായിക്കുന്ന രചനാ പ്രസംഗമാണ്. സാധാരണ സ്കൂളുകളിലൊക്കെ നടക്കുന്നത് രചനാ പ്രസംഗമാണ്. ഏതെങ്കിലുമൊക്കെ സാഹിത്യ സമാജത്തിലോ അല്ലെങ്കിൽ മറ്റ് സമ്മേളനങ്ങളൊക്കെ എഴുതി കൊണ്ടുവന്ന് വായിക്കും. അത് നല്ലൊരു രീതിയാണ്. നമ്മൾ ആദ്യഘട്ടങ്ങളിൽ കുട്ടികളൊക്കെ പരിശീലിപ്പിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന രീതിയാണ്. അത് അടുക്കും ചിട്ടയും ഞാൻ ഈ പറഞ്ഞ ക്രമം വെച്ചുകൊണ്ട് അതിന്റെ ഉള്ളടക്കത്തിന്റെ ശരിയായ വ്യാപ്തിയിൽ പ്രസംഗം എഴുതി അവതരിപ്പിക്കാം. അപ്പൊ അത് രചനാ പ്രസംഗം. അതിനെ നമുക്ക് കുഴപ്പമില്ല, വായിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. വായനയും ഒരു കലയാണ്. അപ്പൊ ഞാൻ പ്രസംഗിക്കാൻ പഠിപ്പിക്കുന്നതിന് മുമ്പ് ആദ്യം കുട്ടികളെ ചെയ്യിക്കുന്നത് വായിച്ച് പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ പൊതുവേദിയിൽ നിർത്തിയിട്ട് എങ്ങനെ വായിക്കണം, എങ്ങനെ ഐ കോണ്ടാക്റ്റോട് കൂടി വായിക്കണമെന്ന് പഠിപ്പിക്കും, എങ്ങനെ ആരോഹണ അവരോഹണ ക്രമത്തിൽ വായിക്കണമെന്ന് പഠിപ്പിക്കും. അങ്ങനെയുള്ളത് പ്രധാനപ്പെട്ടതാണ്. അപ്പൊ നിങ്ങൾ പ്രസംഗിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം വായിച്ച് ശീലിക്കണം. വായിച്ച് ശീലിക്കുക എന്ന് പറഞ്ഞാൽ പൊതുവെ എവിടെയെങ്കിലുമൊക്കെ നിന്നുകൊണ്ട് ബൈബിളോ അല്ലെങ്കിൽ ഏതെങ്കിലും പുസ്തകത്തോ ഉറക്കെ ഒന്ന് വായിച്ച്, ഇപ്പൊ നിങ്ങൾ TV ന്യൂസ് വായിക്കുന്ന ആൾക്കാരെ കുറിച്ച് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റു വേദികളിലൊക്കെ പ്രസംഗിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അവര് നമ്മളെ നോക്കി പ്രസംഗിക്കുന്നതായിട്ടൊരു ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യുന്നു. അതുപോലെ എന്നോട് പ്രസംഗിക്കുന്നു എന്ന് അനുവാചകരുടെ മേലൊരു ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ അവരെ നോക്കി നമ്മൾ പറഞ്ഞു പഠിക്കണം, വായിച്ചു പഠിക്കണം. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. വായനയും വളരെ പ്രധാനപ്പെട്ടതാണ്. പറയുന്നത് പോലെ വായിക്കുന്നതിന്റെ ഗാംഭീര്യം, വായിക്കുന്നതിന്റെ ഉച്ചാരണ ശുദ്ധി, അതെല്ലാം വളരെ പ്രധാനമാണ്. അത് കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞതാണ്. അപ്പൊ വായന പ്രസംഗം മറ്റൊരു രീതിയാണ്. മൂന്നാമത്തേത് വാചാ പ്രസംഗം എന്നാണ്. വാചാ പ്രസംഗം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ പറയുന്ന സാധാരണ പ്രസംഗങ്ങൾ, സാധാരണ വേദികളിൽ അവതരിപ്പിക്കുന്ന പ്രസംഗങ്ങളാണ് വാചാ പ്രസംഗം. അത് നമ്മൾ മനസ്സിലൊരുങ്ങുമായിരിക്കാം, ആശയങ്ങൾ നോട്ട് ചെയ്ത് വരുമായിരിക്കാം, അങ്ങനെ പറയുന്ന സാധാരണ പ്രസംഗങ്ങൾ. അതാണ് നമ്മൾ സാധാരണഗതിയിൽ നടക്കുന്നത്. നല്ല രീതിയിൽ ഒരുങ്ങി വരികയാണെങ്കിൽ നല്ല രീതിയിൽ പ്രസംഗിക്കാൻ പറ്റും. വാചാ പ്രസംഗം സമയമെടുക്കും, ഉടനെ നമുക്ക് അതിലേക്ക് എത്താൻ പറ്റത്തില്ല. നമ്മളെ തൽക്ഷണ പ്രസംഗം പറഞ്ഞു തുടങ്ങുകയും രചനാ പ്രസംഗത്തിലൂടെ നമ്മളെ തന്നെ പ്രാക്ടീസ് ചെയ്ത് എടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വാചാ പ്രസംഗത്തിലേക്ക് വരാൻ കഴിയും. പിന്നെ അവസാനം മനഃപ്പാഠമാക്കിയുള്ള പ്രസംഗം വേണമെങ്കിൽ അത് നേരത്തെ ആക്കാം. മനഃപ്പാഠമാക്കുക എന്നുള്ളത് ഞാൻ അവസാനമായിട്ടത് അത്രയും പ്രാധാന്യം അല്ലാത്തത് കൊണ്ട് അല്ല, മനഃപ്പാഠമാക്കുന്നതും നല്ലത് തന്നെയാണ്. എഴുതി കാണാതെ പഠിച്ച് പറയുക, എഴുതി കാണാതെ പഠിച്ച് അതുപോലെ പറയുക. പ്രത്യേകിച്ച് ഈ ഗവൺമെന്റ് ഒഫീഷ്യൽസ്, മന്ത്രിമാര്, പ്രത്യേകിച്ച് പാപ്പ, അവരൊക്കെ വരുമ്പം എഴുതി പഠിച്ചാണ്. കാരണം അത് ഒരു ഔപചാരികമായ പ്രസംഗമായതുകൊണ്ട്, അതില് സഭയുടെ തന്നെ ഔപചാരികമായ ശബ്ദമായതുകൊണ്ട്
ഇപ്പം സർക്കാർ ഉദ്യോഗസ്ഥന്മാരോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരൊക്കെ പ്രധാനമായിട്ടും ഔദ്യോഗികമായിട്ട് പ്രസവിക്കുന്നതാണ്. അപ്പൊ ഔദ്യോഗികമായിട്ട് പ്രസവിക്കുമ്പോൾ അത് തെറ്റോ അതിന്റെ നയത്തിൽ വ്യതിയാനം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് എഴുതി പ്രസംഗിക്കുന്നത്. അപ്പൊ അതൊരു മഹാന്മാർ ചെയ്യുന്ന അല്ലെങ്കിൽ വലിയ വലിയ ഒഫീഷ്യൽസ് ചെയ്യുന്ന കാര്യമാണ്. നമ്മള് ആൾക്കാർ പൊതുവെ എഴുതി പ്രസംഗം ഇഷ്ടപ്പെടാറില്ല. അപ്പൊ അതുകൊണ്ട് എഴുതി വായിക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ അത് അതിൻ്റെതായ ഗുണവും അതിൻ്റെതായ കുഴപ്പങ്ങളും ഉണ്ട്. എന്നിരുന്നാലും നമ്മൾ പ്രധാനമായിട്ട് ആത്യന്തികമായി ലക്ഷ്യമാക്കേണ്ടത് വാചാപ്രസംഗത്തിൽ വേണ്ടിയാണ്. വാചാപ്രസംഗം എങ്ങനെ നടത്താമെന്നതിനെ കുറിച്ച് ചിന്തയുണ്ട്. പിന്നെ വിവിധ ലക്ഷ്യങ്ങളെ ആശ്രയിക്കുന്ന ഞാൻ 4 തരം പ്രസംഗത്തെ കുറിച്ച് പറഞ്ഞു. 4 തരത്തെ പ്രസംഗത്തെ കുറിച്ച് പറഞ്ഞിട്ട് ഇനി ഈ വിവിധ ലക്ഷ്യാധിഷ്ഠിത പ്രസംഗങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ലക്ഷ്യാധിഷ്ഠിതമായ എന്താണ് ആ പ്രസംഗം, ലക്ഷ്യത്തെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് പ്രസംഗങ്ങളെ തരംതിരിക്കാം. ഒന്നാമത്തേത് വിഷയാധിഷ്ഠിതമായ പ്രസംഗം. ഒരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ പ്രസംഗം, അപ്പൊ ഒരു വിഷയാധിഷ്ഠിതമായ പ്രസംഗങ്ങളായിരിക്കും. പ്രത്യേകിച്ച് വിവരാത്മകമായ കാര്യങ്ങൾ വിശകലനം ചെയ്യുകയൊക്കെ ചെയ്യുന്നതാണ് ഈ വിഷയാധിഷ്ഠിതമായ പ്രസംഗം എന്ന് പറയുന്നത്. ഇപ്പൊ ഉദാഹരണമായിട്ട് ഒരു വിഷയാധിഷ്ഠിത പ്രസംഗം, അതിന് ഒരു നിശ്ചിതമായ വിഷയമുണ്ട്, നിശ്ചിതമായ സമയമുണ്ട്, നിശ്ചിതമായ ആളുകളുണ്ട് കേൾക്കാൻ വേണ്ടി. അങ്ങനെയുള്ളതാണ് വിഷയാധിഷ്ഠിത പ്രസംഗം എന്ന് പറയുന്നത്. അപ്പൊ വിഷയാധിഷ്ഠിതമായ പ്രസംഗം നടത്താൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വ്യക്തമായ ഒരു വിഷയം തന്നെ. അപ്പൊ ആദ്യം വിഷയത്തെ കുറിച്ച് വ്യക്തത ഉണ്ടാകും. എന്താണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്? നിങ്ങളുടെ ആരെങ്കിലും ഒക്കെ പറയാൻ വേണ്ടി പറയുമ്പോൾ എന്താണ് ഞാൻ പറയേണ്ടത്, എന്തിനെ കുറിച്ചാണ് ഞാൻ പറയേണ്ടതെന്ന് ചോദിച്ച് മനസ്സിലാക്കുക. എന്തെങ്കിലും പറഞ്ഞാൽ മതിയെന്ന് ചില ആൾക്കാർ അറിയാം. അപ്പൊ അങ്ങനെ പറയുകയാണെങ്കിൽ എന്താണ് ഒക്കേഷൻ, ഏതാണ് സാഹചര്യം, ഏതാണ് കോണ്ടക്ഷൻ ചോദിക്കുക. അവിടെ ആരൊക്കെയാണ് വരുന്നത്, അവരിൽ നിന്ന് എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ സംഘടിപ്പിക്കുന്നവർക്ക് എന്തെങ്കിലും ലക്ഷ്യം കാണും. അപ്പൊ ആ സംഘാടകരുടെ ലക്ഷ്യം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം വിഷയാധിഷ്ഠിത പ്രസംഗത്തിന് നമ്മൾ ഒരുക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് ആദ്യം വിഷയത്തെ കുറിച്ചൊരു വ്യക്തത ഉണ്ടാകണം. രണ്ടാമത് ഈ വിഷയം എന്തുകൊണ്ട് പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ എന്നോട് തന്നെ ചോദിക്കണം. വിഷയത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഞാൻ എന്നോട് തന്നെ ചോദിക്കണം. ഞാനത് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം, സമയം പോയതാണ്. ഒന്നാമത്തേത് വിഷയാധിഷ്ഠിതമായ പ്രസംഗം. രണ്ടാമത്തേത് അതിനോടനുബന്ധിച്ചുള്ളത് ഈ പ്രേരണാത്മക മോട്ടിവേറ്റിംഗ് സ്പീച്ച്, മോട്ടിവേറ്റ് ചെയ്തുള്ള പ്രസംഗം. പിന്നെ വിനോദാത്മകമായ പ്രസംഗം, സദസ്യരെ രസിപ്പിക്കുന്ന രീതിയിലുള്ള പ്രസംഗം. യൂറോപ്പിലൊക്കെ അതിപ്പോ കൂടുതൽ പ്രബലമായിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാർ വന്ന് സദസ്സിങ്ങനെ ഈ ഹാസ്യാത്മകമായിട്ട് പ്രസംഗിക്കുന്നവരൊക്കെ വിളിക്കും. അവരിങ്ങനെ വലിയ വേറെ കലാപരിപാടിയൊന്നും കാണത്തില്ല, വലിയ ഓഡിയൻസിൽ വന്നിട്ട് ഇവരിങ്ങനെ തമാശ രൂപത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് ചിരിപ്പിക്കുന്ന ഒരു പ്രസംഗം. അതിപ്പം യൂറോപ്പിലൊക്കെ ഭയങ്കര വലിയ ക്ലിക്കായി വരുന്ന ഒരു പ്രസംഗമാണ് വിനോദാത്മകമായ പ്രസംഗം. പിന്നെ പ്രദർശനാത്മകം, ഏതെങ്കിലുമൊക്കെ ഒരു ഡെമോൺസ്ട്രേറ്റ് ചെയ്തുകൊണ്ട് പ്രദർശനം നടത്തിക്കൊണ്ടുള്ള പ്രസംഗം. അതുകൂടാതെ അവസരോചിതമായ പ്രസംഗം, വിവിധ ഒക്കേഷനിൽ പ്രസംഗിക്കുന്ന പ്രസംഗം. അപ്പൊ ഇങ്ങനെ പലതരത്തില് പല ലക്ഷ്യങ്ങളിൽ അധിഷ്ഠിതമായ പ്രസംഗങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ അടുത്ത വേറെ സ്ഥലത്ത് പറയാം. അപ്പൊ ഇങ്ങനെയുള്ള വ്യത്യസ്തമായ കോണ്ടസ്റ്റിൽ പറയേണ്ട പ്രസംഗങ്ങൾ. അപ്പൊ സമയം ഞാൻ ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്യാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിന്ന് കാണാൻ വേണ്ടി പരിശോധിച്ച പ്രധാനമായിട്ടും പ്രസംഗത്തിന്റെ ഉള്ളടക്കം എന്താണെന്നതിനെ കുറിച്ച്. അപ്പൊ പ്രസംഗത്തിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും പ്രസംഗം നമ്മെ സംബന്ധിച്ചിടത്തോളം ആകർഷകമാക്കുന്നത് നമ്മൾ എങ്ങനെ ആ പ്രസംഗത്തെ അവതരിപ്പിക്കുന്നതാണ്. അതിന് ക്രമാനുഗതമായ ഒരു ഉള്ളടക്കം ഉണ്ടായിരിക്കണം. ആദ്യത്തെ ഉള്ളടക്കം എന്ന് പറയുന്നത് ആമുഖമാണ്. രണ്ടാമത്തേത് പ്രസംഗത്തിന്റെ ഗാത്രമാണ്. മൂന്നാമത്തേത് അതിന്റെ സംഗ്രഹമാണ്. അപ്പൊ ആദ്യത്തെ ആരംഭം വളരെ പ്രധാനപ്പെട്ടതാണ്. ആരംഭം നല്ലതാണെങ്കിൽ ആളുകൾ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കും. ആരംഭത്തിൽ നമ്മൾ പറഞ്ഞ വിഷയങ്ങളും അതിന്റെ സന്ദേശവുമായിരിക്കണം ആശയ വിശകലനത്തിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടത്. ഈ ആശയ വിശകലനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ശ്രദ്ധയോടുകൂടി ആ വിഷയത്തെ കൈകാര്യം ചെയ്യുവാനും വിശകലനം ചെയ്യുവാനും നമുക്ക് ശ്രമിക്കാൻ കഴിയണം. അതിലൂടെ നമ്മൾ ആളുകളെ ഈ വിഷയത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ശ്രമിക്കണം. അവസാനമായിട്ട് മൂന്നാമതായിട്ട് അത് സംഗ്രഹിക്കണം. നമ്മൾ പറഞ്ഞ കാര്യങ്ങളെ ക്രോഡീകരിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകുകയാണെങ്കിൽ ഭയം അകന്ന് നമുക്ക് ധൈര്യത്തോട് പറയാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് 5 മിനിറ്റ് പ്രസംഗമുള്ളതെങ്കിൽ ധൈര്യത്തോടു കൂടി ഈ 5 മിനിറ്റ് കൊണ്ട് 2 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റ് ആമുഖമായിരിക്കണം, 3 മിനിറ്റ് ബോഡി ഉണ്ടായിരിക്കണം, അടുത്തൊരു മിനിറ്റ് കൺക്ലൂഷൻ ഉണ്ടായിരിക്കും. ഇങ്ങനെ 3 കാര്യങ്ങളെയും നമുക്ക് 5 മിനിറ്റിൽ ഒതുക്കാൻ പറ്റും. അപ്പൊ ഈ 5 മിനിറ്റിൽ 1 മിനിറ്റ് എങ്ങനെയാണ് ഞാൻ അഭിസംബോധന ചെയ്യാൻ വേണ്ടി പോകുന്നത്, എങ്ങനെയാണ് അതിന്റെ സന്ദേശം അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്നത്, എന്താണ് എന്റെ മെസ്സേജ് ആയിട്ട് ഞാൻ കൊടുക്കാൻ പോകുന്നത്, ഇതിനെ കുറിച്ച് വ്യക്തത ഉണ്ടാകണം. എന്നിട്ട് ഈ 3 മിനിറ്റ് കൊണ്ട് എങ്ങനെയാണ് ഞാൻ ആശയം അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്നതിന്റെ മുഖ്യ ആശയം, ഈ 3 മിനിറ്റ് ഒരു ആശയം മാത്രം നല്ലോണം പറയാൻ വേണ്ടി ശ്രമിച്ചാലും അതിലൊരു സംഭവമോ ഒരു ഉദ്ധരണിയോ ഒക്കെ പറഞ്ഞുകൊണ്ട് അതിനെ മോടി കുടിപ്പിക്കാൻ പറ്റുന്ന സാധിക്കും. അവസാനമായിട്ട് 1 മിനിറ്റ് കൊണ്ട് ഞാൻ പറഞ്ഞതിലേക്ക് ഒന്ന് ഉപസംഹരിക്കുക. ഇങ്ങനെ ക്രമാനുഗതമായിട്ട് പ്രസംഗത്തെ നമ്മൾ നമ്മുടെ കൈക്കുള്ളിൽ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ നമ്മൾ നല്ല പ്രസംഗക്കാരായിട്ട് മാറും. അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരിക്കലും നോ പറയരുത്. നമ്മൾ ചാടി വീണ് പ്രസംഗത്തിലേക്ക് നമ്മൾ കടക്കണം. എന്തെല്ലാം അവസരങ്ങൾ കിട്ടുമോ ആ അവസരങ്ങളിൽ ഉപയോഗിക്കണം. ആ അവസരങ്ങളാണ് നമ്മെ നല്ല പ്രസംഗരാളാക്കുന്നത്.
എന്തെല്ലാം അവസരങ്ങളിൽ നമ്മൾ ഇപ്പം നിങ്ങൾ നമ്മളെ BCCയിൽ പോകുമ്പോൾ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ BCC ഗ്രൂപ്പുകളിലൊക്കെ പോകുമ്പോൾ ഒരു പ്രാർത്ഥന പറഞ്ഞ് അല്ലെങ്കിൽ ഒരു ആശയം പറഞ്ഞ് നമ്മൾ തുടങ്ങും. അങ്ങനെ പറഞ്ഞാണ് നമ്മുടെ അറപ്പും നമ്മുടെ ഈ വിക്കും ഒക്കെ മാറി നമുക്ക് വരുന്നത്. അപ്പൊ അങ്ങനെ വിക്കും അറപ്പും മാറാൻ ഉതകുന്ന രീതിയിലുള്ള പരിശീലന കളരി നമ്മൾ സ്വന്തമായിട്ട് എടുക്കണം, സ്വന്തമായിട്ട് അഭ്യസിക്കണം. എനിക്ക് മാത്രമേ എന്നെ രക്ഷിക്കാൻ കഴിയൂ നല്ലൊരു പ്രസംഗകനായിട്ട്. മറ്റൊരാൾക്ക് ഒരിക്കലും എന്നെ ഒരു പ്രസംഗകനാക്കാൻ കഴിയില്ല. ഞാൻ എൻ്റെ പരിശ്രമത്തോടുകൂടി പരിശ്രമിച്ചാൽ നല്ലൊരു പ്രസംഗകനാകും. ഈ ഒരു മോട്ടോയോടുകൂടി പ്രസംഗ പരിശീലനത്തിലേക്ക് കടക്കാം. ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിലോ എന്തെങ്കിലും ഒബ്സർവേഷൻ ഉണ്ടെങ്കിൽ പറയുക. സമയം അധികരിച്ചു. ഇന്ന് പലരൊക്കെ നമ്മുടെ മാതാവിന്റെ വണക്ലാസിൽ പോയിരിക്കുകയാണ്. എന്നിരുന്നാലും ഉള്ളവര് ഒത്തിരി പേരുണ്ട്. നിങ്ങൾക്കെല്ലാം നന്ദി. നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. ജയ്സൺ. 74 പേര് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദാറ്റ് ഇറ്റ്സെൽഫ് ഇന്നത്തെ ഒരു പ്രത്യേകത വെച്ച് നോക്കുമ്പോഴേക്കും ദാറ്റ്സ് എ വെരി ഗുഡ് നമ്പർ. അപ്പം പിന്നെ നമ്മുടെ കഴിഞ്ഞ സെഷൻ വന്നിട്ട് ഏകദേശം 125ഓളം വ്യൂ ആയിക്കഴിഞ്ഞു ഇപ്പോൾ തന്നെ. അപ്പം അത് നമ്മുടെ ആ സെഷൻസ് വീണ്ടും ആളുകൾ കാണുന്നുണ്ടെന്നുള്ളത് വളരെ പ്രചോദനാത്മകമാണ്. ഇനി വന്നിട്ട് നമ്മൾക്ക് അനുബന്ധ സെഷൻ ഉണ്ട്. അതിന് ആർക്കേഞ്ചലോ സാറിന്റെ ആണ്. അതിലേക്ക് പോകുന്നതിന് മുന്നിൽ നമുക്ക് ക്വയറീസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദ്യോത്തര വേളയാണ് ഇപ്പോൾ. പ്ലീസ്. ചോദ്യം അല്ലെങ്കിൽ കമന്റ്സ് രൂപത്തിൽ പറഞ്ഞാലും നന്നായിരിക്കും. ഞാൻ പറഞ്ഞ ആശയത്തിനെ കൂടുതൽ ബലപ്പെടുത്താൻ പറ്റുന്ന രീതി. അതെ, ഇത് തന്നെ നമ്മൾക്കൊരു വേദിയാണ്. അപ്പൊ നമ്മൾ ഓപ്പൺ അപ്പ് ചെയ്യുക, സംസാരിക്കുക. അച്ഛൻ പറഞ്ഞ ആ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം നമുക്ക് പെട്ടെന്നുള്ള പ്രസംഗം. അതിപ്പോ ഞങ്ങൾക്ക് ഇവിടെ കൊല്ലം രൂപതയിൽ ഞങ്ങളുടെ അനിൽ ജോസ് അച്ഛൻ, ഞങ്ങൾക്ക് ഡയറക്ടറാണ് അദ്ദേഹം. അനിൽ ജോസ് അച്ഛൻ ഞങ്ങൾക്ക് മാസത്തിൽ 2 ക്ലാസ് ഇങ്ങനെ പെട്ടെന്നുള്ള പ്രസംഗം. അച്ഛൻ അല്ലാതെ തന്നെ ഞങ്ങളെ പരിശീലിപ്പാൻ ഒരാളിന് 15 മിനിറ്റ് വെച്ച് ഇങ്ങനെ ക്ലാസ് എടുത്ത് അതിനും പറയാൻ പ്രയോഗിക്കണം. പിന്നെ അല്ലാതെ തന്നെ അച്ഛൻ പെട്ടെന്ന് വിഷയം പറയും, എന്നിട്ട് അതിനെപ്പറ്റി 5 മിനിറ്റ് അതിനെപ്പറ്റി പ്രസംഗിക്കപ്പെടും. ഞങ്ങളത് പരിശീലിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ അനുഭവം അനിജോസ് അച്ഛനിൽ നിന്നും ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതും അച്ഛൻ്റെ ഇത് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് അതാണ് ഓർമ്മ വന്നത്. വളരെ ഉപകാരപ്രദമാണ് ആ ഒരു പരിശീലനം. താങ്ക് യു. പക്ഷെ നമുക്ക് മീറ്റിംഗിന്റെ ഒരു ഇവാലുവേഷൻ ആണ് നമുക്ക് കിട്ടുന്നെങ്കിൽ അതെങ്ങനെയായിരിക്കണം? ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ മീറ്റിംഗ് കഴിഞ്ഞിട്ട് അത് എങ്ങനെയായിരുന്നു ഇവാലുവേറ്റ് ചെയ്ത് സംസാരിക്കുന്നത് അല്ലേ? അപ്പം അത് നമ്മൾ ആദ്യം മുതൽ നോക്കണം. മീറ്റിംഗ് ക്രമപ്പെടുത്തിയത് അപ്പൊ അതാണ് സംഘടിപ്പിച്ചത്. അതിന്റെ സംഘാടകത്വം എന്താണ്, സംഘാടകത്വം എങ്ങനെയായിരുന്നു? രണ്ടാമത് ആ സംഘാടകത്വത്തിന്റെ പിഴവുകളും നന്മകളൊക്കെ നമുക്ക് പറയാം. കഴിയുന്നത് ആദ്യം കുറ്റങ്ങൾ പറയാതെ പോസിറ്റീവ്സ് പറഞ്ഞ അവസാനം ഒരുപക്ഷെ നെഗറ്റീവ്സ് പറയുന്നതായിരിക്കും നല്ലതെങ്കിലും അതിന്റെ മികച്ച കാര്യങ്ങൾ പറയാം. രണ്ടാമതില് പങ്കെടുത്ത അതിഥികളുടെ പ്രത്യേകതകളും അവരുടെ അവതരണത്തിലുണ്ടായിരുന്ന പ്രത്യേകതകളൊക്കെ പറയുക. മൂന്നാമത് ഈ സദസ്സിന്റെ പ്രതികരണം എന്തായിരുന്നു? ഈ 3 മേഖലകളായിരിക്കാം പ്രധാനമായിട്ടും ഇവാലുവേഷനിൽ പറയുന്നത്. അപ്പൊ ഒന്ന് പ്രധാനമായിട്ട് അതിന്റെ സംഘാടക രീതി, രണ്ടാമത് ഗസ്റ്റിന്റെ അല്ലെങ്കിൽ അതിഥികളുടെയും പ്രസംഗകരുടെയും അവതരണ രീതികളും പ്രസംഗ ശൈലികളും അതിനെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ, മൂന്നാമത് സദസ്സിന്റെ പ്രതികരണം. അങ്ങനെ ഇത് വെച്ചിട്ട് അതിന്റെ നമ്മുടെ വേദികളിൽ ചിലപ്പോൾ നമ്മൾ നെഗറ്റീവായിട്ട് പറഞ്ഞാൽ അവർക്ക് പ്രയാസം ഉണ്ടെങ്കിൽ നെഗറ്റീവ് എന്ന് പറയേണ്ട, പോസിറ്റീവായിട്ട് പറഞ്ഞ് എല്ലാവരും ഇപ്പൊ നല്ലത് കേൾക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ നമ്മൾ കഴിയുന്നതും അതിലെ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിച്ച് അവരെ മുന്നോട്ട് വന്നായിരിക്കും ഇവാലുവേഷൻ നല്ലത്. കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, അച്ഛൻ അഭിസംബോധന ചെയ്ത് പറയുന്നതിൽ പറഞ്ഞു അത് അധ്യക്ഷൻ ഓരോരുത്തരെയായിട്ട് നമ്മൾ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു. അപ്പോഴ് ഒരു 7 പേരോ 9 പേരോ ഉള്ള ഒരു പ്രസംഗിക്കാനുള്ള വിശിഷ്ട വ്യക്തികളുള്ള അവസരത്തിൽ നമ്മൾ ഓരോരുത്തരെയും കയറി അഭിസംബോധന ചെയ്ത് അവരുടെ പേര് പറഞ്ഞ് ഇങ്ങനെ പറയുന്നത്, ഇപ്പൊ ഒരു 7 പേരോ 9 പേരോ ഉണ്ടെന്നിരിക്കട്ടെ, ഓരോരുത്തരും വന്നിങ്ങനെ ഓരോരുത്തരെ കുറിച്ച് ഇങ്ങനെ ആ പേരുകളെല്ലാം ആവർത്തിച്ച് വായിച്ചു എന്ന് പറഞ്ഞത് കേൾവിക്കാർക്ക് എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ഞാൻ പല പ്രസംഗത്തിനും പോകുമ്പോഴും ഇത് തീരുന്നില്ലല്ലോ, ഓരോരുത്തരുടെയും പേര് പറഞ്ഞുകൊണ്ടിരിക്കും. അത് വളരെ ബോറാവില്ലേ എന്നാണ് എന്റെ സംശയം. എനിക്ക് പലപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് പലപ്പോഴും ചിലര് അവസാനം ആദ്യമുള്ളവരൊക്കെ അത് പറയും, പ്രധാന പ്രസംഗകൻ പറയും, അതൊക്കെ കഴിഞ്ഞ് വരുന്ന ആശംസാ പ്രസംഗകരായിരിക്കും. ആശംസാ പ്രസംഗകർ കയറിയിട്ട് 1ാമത്തെ ആള് മുതൽ ഇങ്ങനെ പേര് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ളവരൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുന്നതായിട്ട് കാണും. അത് പ്രായോഗികമാണോ എന്നുള്ളതാണ് എന്റെ സംശയം. കാണികൾക്ക് വളരെയധികം, കേൾവിക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഈ
ഓരോരുത്തരും ഇങ്ങനെ ആവർത്തിച്ച് പേര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതിനെക്കുറിച്ച് ഒരു വിശദീകരണം നൽകിയത്. ഈ നമ്മുടെ വേദി അനുസരിച്ചിരിക്കും. ചില വേദികളിൽ ഇപ്പൊ നമുക്ക് ഇടവകയാണ്, ഇടവകയിൽ എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള വേദികളിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ദാറ്റ് ഇസ് പ്രധാനമായിട്ടും ഒരു വ്യത്യസ്തമായ ഓഡിയൻസ് ഉള്ള ഒരു സാഹചര്യത്തിലാണെങ്കിൽ നമുക്ക് ആട്രിബ്യൂട്ട്സ് ഒഴിവാക്കാം. അയാളുടെ ഗുണഗണങ്ങളെ കുറിച്ചോ തടിയെക്കുറിച്ചോ അല്ലെങ്കിൽ അയാളുടെ മഹത്വത്തെക്കുറിച്ച് പറയാതെ കാറ്റഗറൈസ് ചെയ്യാം. പ്രധാനപ്പെട്ട വ്യക്തികൾ ഇപ്പം അധ്യക്ഷൻ, പിന്നെ നമ്മള് ഉദ്ഘാടകൻ, മുഖ്യാതിഥി, ഈ 3 പേരുടെ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ വേദിയിലിരിക്കുന്ന മറ്റ് ശ്രേഷ്ഠരായ പ്രസംഗകരെ എന്ന് പറഞ്ഞ് നമുക്ക് സമയത്തിന് ഇപ്പൊ നിങ്ങൾ അവസാനമൊക്കെ വരികയാണെങ്കിൽ ഒരുപക്ഷെ തീരെ എല്ലാവരും പറഞ്ഞുകൊണ്ട് അവസാനം ബോറടിക്കും. അപ്പൊ ഒരുപക്ഷെ ആദ്യത്തെ 3-4 പ്രസംഗങ്ങൾക്ക് അത് പറയുന്നൊരു കുഴപ്പമുണ്ടാകത്തില്ല. പിന്നീട് തുടർന്ന് വരുന്നവർ അത് ഒരുപക്ഷെ പിന്നെ അവിടെ കേൾക്കാൻ അവിടെ ആളും കാണത്തില്ല. അതാണ് വേറെ പ്രശ്നം. അപ്പൊ ഏതായാലും അതുകൊണ്ട് അത് സാഹചര്യം നോക്കിയിട്ട്, ഇത് നിയമങ്ങളാണ് ഞാൻ പറഞ്ഞത്, ഇത് കോൺടെക്ച്വലൈസ് ചെയ്ത് നമുക്ക് മാറ്റിയെടുക്കാം. എന്നിരുന്നാലും ഇങ്ങനെയാണ് ഇതിന്റെ ഇന്റർനാഷണൽ ആയിട്ട് അംഗീകരിച്ച നിയമങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ. ഓക്കെ, സഭാകമ്പമേ സഭാകമ്പം മാറ്റുന്നതിനെ ഈ പ്രസംഗന്റെ മനോഭാവം, ഓഡിയൻസുമായിട്ടുള്ള മനോഭാവം, അതിനെ കുറിച്ച് കൂടെ ഒന്ന് സൂചിപ്പിക്കണേ. നമുക്കൊരു സെഷൻ ഉണ്ട്, അതിലേക്ക് വരും. അതുകൊണ്ട് അപ്പൊ പറഞ്ഞാൽ പോരെ, ഇപ്പൊ എല്ലാം കൂടെ പറഞ്ഞു അടുത്ത ആഴ്ചത്തെ അസൈൻമെന്റ്. പിന്നെ അതിന്റെ കൂടെ ഒരു കാര്യം കൂടെ, ഇപ്പൊ നമുക്ക് ഇപ്പൊ പറഞ്ഞ അച്ഛനിങ്ങനെ പറഞ്ഞു പോയി, നമ്മളിപ്പോ ആകെ 70 പേരാണ്. അപ്പൊ നമ്മൾ ഈ ബാക്കിയുള്ളവരെ കേറാത്തവരൊന്ന് പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു മോഡ്യൂളായിട്ടോ വല്ലോ ഈ PDF ആയിട്ടോ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ നമുക്കതൊന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒന്ന് തരികയാണെന്നെങ്കിൽ നമുക്കത് പഠിപ്പിക്കാനായിട്ട് സാധിക്കുമെന്നുള്ള. ഇപ്പൊ ഞാൻ പലതും എഴുതിയെടുത്തിട്ടുണ്ട്, പക്ഷെ എങ്കിലും എല്ലാവരും അങ്ങനെ ശ്രദ്ധിക്കണം. പ്രിന്റഡ് കോപ്പി ഉണ്ട്, എനിക്ക് PDF എന്തെങ്കിലും ഒന്ന് ചെയ്താൽ സൗകര്യമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഇടാൻ പറ്റുമോ? എങ്ങനെയാണത്? അല്ല, അത് ചെയ്യാം, ഞാൻ വിളിക്കാം. അസൈൻമെന്റ് അടുത്ത ആഴ്ച നമുക്ക് ഈ ആദ്യത്തെ സെഷനിൽ നമ്മൾ പറഞ്ഞത് ഞാൻ ആരാണ്, നമ്മളെ സഭയിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരായതുകൊണ്ട് എന്റെ ഇടവക ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കും. അപ്പൊ നമ്മള് എന്റെ ഇടവക ഏതാണ്, ഇടവകയുടെ മധ്യസ്ഥൻ ആരാണ്, ഇടവകയിൽ എത്രത്തോളം ആൾക്കാരുണ്ട്, എനിക്ക് ഇടവകയുടെ പ്രവർത്തന മേഖലകൾ എന്താണ്. അപ്പൊ ഞാനും എന്റെ ഇടവകയും, ആദ്യം ഞാൻ, രണ്ടാമത് എന്റെ ഇടവക. അപ്പൊ അതാണ് രണ്ടാമത്തെ നമ്മുടെ വിഷയമായിട്ട് നമ്മൾ ഇടാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അപ്പൊ അത് മാക്സിമം 5 മിനിറ്റ്. ഇടവകയെ കുറിച്ച് വളരെ വിശദമായിട്ട് പറയേണ്ടതൊന്നുമില്ല, നമ്മുടെ ഇടവകയെ കുറിച്ച് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് അവതരിപ്പിക്കും. അപ്പൊ അങ്ങനെ എന്റെ ഇടവക എന്നതിനെ കുറിച്ചുള്ള വിഷയത്തെ കുറിച്ചാണ് നമ്മൾ അടുത്ത പ്രസംഗം അപ്ലോഡ് ചെയ്യേണ്ടത്. അത് ഈ പിന്നെ ഓഡിയോ ആയിട്ടോ വീഡിയോ ആയിട്ടോ നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് വരുന്ന നമ്മൾ ചൊവ്വാഴ്ചയല്ലേ, തിങ്കളാഴ്ചക്ക് അല്ലെ, ചൊവ്വാഴ്ചക്ക് മുമ്പ് തന്നെ ഇട്ടാൽ അവർക്ക് കേട്ട് നിങ്ങൾക്ക് മറുപടി തരാൻ പറ്റുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ചൊവ്വാഴ്ചക്ക് മുമ്പ് എല്ലാവരും ഈ ഒരു വീഡിയോ ഇട്ട് സഹകരിക്കണം എന്ന് പ്രത്യേകിച്ച് അഭ്യർത്ഥിക്കാം. അത് വീഡിയോ ഇടുന്നില്ല, അങ്ങനെയല്ല. നമ്മൾ വീഡിയോ ഇട്ടാല് നമ്മുടെ പിന്നെ മുഖഭാവവും നമ്മുടെ ശരീരഭാഷയും നമ്മുടെ ജഡ്ജ് ചെയ്യുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. എന്നാലും അവർക്ക് നമുക്ക് തിരുത്താൻ പറ്റത്തില്ല. അപ്പൊ ഓഡിയോക്ക് എന്നാൽ വീഡിയോ ഇല്ല അച്ഛാ നല്ലത്. അത് ഐഡിയ. ചില ആൾക്ക് വീഡിയോയുടെ ബുദ്ധിയിലുണ്ടെങ്കിൽ ഓഡിയോ എങ്കിലും പറയട്ടെ എന്ന് വെച്ചാൽ അങ്ങനെ പറഞ്ഞത്. നമ്മള് വീഡിയോയുടെ ആഗ്രഹിക്കുന്നത് ചില ആൾക്കാർക്ക് ഈ പറഞ്ഞ ടെക്നിക്കൽ പ്രോബ്ലംസ് ഉണ്ട്, അതിന്റെ അക്സസിബിലിറ്റി ഇല്ല എന്ന രീതിയിലാണെങ്കിൽ ഓഡിയോ ആകട്ടെ എന്ന രീതിയിലാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും സാറ് പറഞ്ഞത് ശരിയാണ്. വീഡിയോ ആകുമ്പോൾ നമുക്ക് വിലയിരുത്തുവാൻ, വസ്തുനിഷ്ഠമായിട്ട് വിലയിരുത്താൻ സാധിക്കുന്നുള്ളൂ. ഓക്കെ ജയ്സ്. വേറെ ക്വയറീസ് ഒന്നും ഇല്ലെങ്കിൽ ആർക്കെങ്കിലും സാറിന്റെ സെഷനിലേക്ക് പോവാം. ഏറ്റവും പ്രിയപ്പെട്ട ഗ്രിഗറി അച്ഛ, ജെയ്സൺ, ജൂലിയൻ ജെയിംസ്, പ്രിയപ്പെട്ട മറ്റു സുഹൃത്തുക്കൾ, നമ്മുടെ 3ാമത്തെ സെഷന്റെ ക്ലാസ് ആണെന്ന് ഗ്രിഗറി അച്ഛൻ എടുത്തത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണെന്ന് പ്രസംഗത്തിന്റെ ഉള്ളടക്കം ഇല്ലെങ്കിൽ പ്രസംഗം തന്നെ ഒന്നും ഇല്ലാതാവും. പ്രസംഗത്തിന്റെ ഉള്ളടക്കമാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം തന്നെ. അതിനെക്കുറിച്ച്, അതിന്റെ 3 ഘടകങ്ങളെക്കുറിച്ചും അതിന്റെ ആമുഖം, ഗാത്രം, സംഗ്രഹം എന്നതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് അച്ഛൻ സംസാരിച്ചു. എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് തോന്നിയത് ആ ശ്രദ്ധ തമ്മിലേക്ക് കേന്ദ്രീകരിക്കുന്ന ഒരു ശൈലി രൂപപ്പെടുത്തുക എന്ന് അച്ഛൻ പറയുന്നുണ്ട്. വളരെ ശരിയാണ്. പലപ്പോഴും ഒരാൾ കയറിയിട്ട് ഒരു 2-3 സെന്റൻസ് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ ഇത് ഇത്രയേ ഉള്ളൂ എന്ന് പ്രേക്ഷകരുടെ മനസ്സിലൊരു
ധാരണ മുൻനിർത്തുകയും പിന്നീട് ഒന്നും ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു രീതി പൊതുവെ കാണാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് തോന്നുന്നു. അത് നമ്മുടെ ഒരു മെയിൻ പോയിന്റ് ആയിട്ട് തന്നെയാണ് ഞാൻ അതിനെ കാണുന്നത്. പിന്നെ അത് തന്നെയാണ് ഒരു നല്ല തുടക്കം എന്ന് പറയുന്നത്. അച്ഛന് ഉദാഹരണത്തിന് മാർക്കാൻറ്റീൻ്റെ പ്രസംഗമൊക്കെ പറഞ്ഞു, വളരെ പ്രസിദ്ധമായ അതും പറഞ്ഞു ഷേക്സ്പിയറിന്റെ കൃതിയിൽ. അപ്പോൾ അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് മറ്റു കാര്യം പറഞ്ഞത് നമ്മുടെ ഗാത്രം, സ്പീച്ചിന്റെ ബോഡി ഓഫ് ദ സ്പീച്ച് പ്രകാരമായിരിക്കണം. അതിന് ആശയങ്ങൾ, അതിന്റെ ഉപാശയങ്ങൾ, അത് ഓരോന്നും രൂപപ്പെടുത്തുന്ന രീതികളും എല്ലാം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അതിന്റെ പ്രായോഗികത എല്ലാം പലപ്പോഴും നമ്മുടെ ആശയങ്ങളൊക്കെ ഇങ്ങനെ ആകാശ കുസുമങ്ങൾ പോലെ ഇങ്ങനെ മുകളിൽ നിൽക്കുകയാണ്. നമുക്കത് പ്രാക്ടിക്കലായിട്ട് അത് എപ്രകാരം നടപ്പിലാക്കുന്നതിനെ കുറിച്ച് ഒരു പ്രഭാഷണങ്ങളിലും കാണുന്നില്ല. എപ്പോഴും നമ്മൾ ധാരാളം കേൾക്കുകയാണല്ലോ ഒരുപാട് അവസരങ്ങളിൽ. ഒന്നും പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഒന്നും കേൾക്കുന്നില്ല. എല്ലാം എന്തെങ്കിലും ആശയങ്ങളായിട്ട് അവിടെ നിൽക്കുകയാണ്, അത് ജനങ്ങളിലേക്ക് എത്തുന്നില്ല. അതൊരു വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ അതിന്റെ സമാപിക്കുന്നത് പലപ്പോഴും ഒരു അബ്രപ്റ്റ് എൻഡിങ് ആയിട്ടൊക്കെ പല പ്രസംഗങ്ങളും നമ്മൾ കാണാറുണ്ട്. അത് എൻഡ് ചെയ്യുന്നതിന് ഒരു മനോഹാരിത, തുടക്കം എപ്രകാരമാണ് മനോഹരമായിരിക്കേണ്ടത് അതുപോലെ തന്നെ എൻ്റെ അവസാനവും മനോഹരമായിരിക്കണം. എന്നാലേ അതിനൊരു പൂർണ്ണത വരും. വളരെ ഭംഗിയായിട്ട് അച്ഛനത് അവതരിപ്പിച്ചു. അതുപോലെ തന്നെ പല പ്രസംഗത്തെക്കുറിച്ച്, ദർശന പ്രസംഗം, രചനാപ്രസംഗം, രാജാപ്രസംഗം, മനഃപ്പാഠമാക്കല്, വിഷയാധിഷ്ഠിത പ്രസംഗം, വിവിധ തരം പ്രസംഗങ്ങളെ കുറിച്ചിട്ടൊക്കെ വളരെ ഒരു പ്രസംഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളെ കുറിച്ച് വളരെ വിശദമായിട്ട് അച്ഛൻ സംസാരിച്ചതിന് അച്ഛന് പ്രത്യേകം നന്ദി പറയുന്നു. തീർച്ചയായിട്ടും ഇത് നമുക്ക് മൂന്നാമത്തെ ഈ സെഷൻ വളരെ പ്രയോജനപ്രദമാണെന്ന് കരുതുന്നു. തുടർന്നും മാത്രമല്ല, അവസാനം ഒരു കാര്യം കൂടെ പറയാനായിട്ടുണ്ട്. ഇന്നത്തെ അസൈൻമെന്റ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കഴിഞ്ഞത് ഞാൻ ആരാണെന്നാണെങ്കിൽ പിന്നീട് ഞാനും എൻ്റെ ഇടവകയിൽ നിന്നുള്ളത് എനിക്ക് വളരെ സന്തോഷം നൽകുന്നത് ഈ അസൈൻമെന്റ് ആണ്. ധാരാളം നമുക്ക് പറയാൻ, ഒരു പ്രസംഗകൻ എന്ന നിലയിൽ പറയാനായിട്ട് സ്വന്തം ഇടവകയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളാണ്. ഇടവകയിൽ പ്രവർത്തിക്കുകയും മറ്റും ചെയ്യുന്ന ആളാണെങ്കിൽ മാത്രമേ അത് ഉണ്ടാവുകയുള്ളൂ. അതുണ്ടാവണമല്ലോ, അതാണല്ലോ നമ്മുടെ ലക്ഷ്യം തന്നെ. തീർച്ചയായിട്ടും അത് വളരെ നല്ലൊരു അസൈൻമെന്റ് ആണ്. ഇത്തരത്തില് ഇത് ക്രമീകരിച്ച എല്ലാവർക്കും എൻ്റെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. എല്ലാവർക്കും താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഇപ്പോൾ പല ആളുകൾക്കും വന്നിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് അത് ഇടാനായിട്ട് ഒരു ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, നമ്മളിപ്പോൾ സ്വയം ആദ്യം റെക്കോർഡ് ചെയ്തതിന് ശേഷം മ്യൂട്ട് ചെയ്യുക. മ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ എന്താണ് നമ്മളുടെ ആക്ഷൻ, നമ്മൾ എങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾക്ക് തന്നെ കാണാൻ പറ്റും. അപ്പൊ അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. അതിനുശേഷം നമ്മൾ ശബ്ദം ഓൺ ചെയ്തിട്ട് വീഡിയോ കാണാതെ നമ്മുടെ ശബ്ദത്തിന്റെ ടോൺ എന്താണെന്നുള്ള വീഡിയോ കാണാതെ ശബ്ദം മാത്രം നമ്മൾ മാറി നിന്ന് കേൾക്കുക. അപ്പോൾ നമ്മൾക്ക് നമ്മളുടെ ടൊണാലിറ്റി എന്താണ്, നമ്മൾ വേണ്ട സ്ഥലത്ത് ആരോഹണം അവരോഹണം അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ വരുത്തുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് പറ്റും. പിന്നെ അത് കൂടാതെ അടുത്ത ചെയ്യണമെന്ന് ട്രാൻസ്ക്രിപ്റ്റ്, നമ്മൾ എന്താണ് സംസാരിച്ചത് അതിനെ പറ്റി ഒന്ന് വിശകലനം ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു 3 കാര്യങ്ങൾ നമ്മൾ ചെയ്തതാണ്. ആദ്യം മ്യൂട്ട് ചെയ്തിട്ട് കാണണം. അപ്പോൾ നമ്മുടെ ബോഡി ലാംഗ്വേജ് എന്താണ്, നമ്മളുടെ എത്രത്തോളം കോൺഫിഡൻ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്, എന്തെങ്കിലും നമ്മളുടെ ഗോഷ്ഠികൾ വരുന്നുണ്ടോ, ചിലപ്പോൾ അറിയാതെ മൂക്കിങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക, അതൊക്കെ നമ്മൾ കുറെ ഹാബിച്വേറ്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ടല്ലോ നമ്മൾ അൺഅവെയർ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ സൗണ്ട്, നമ്മളത് വീഡിയോ കാണാതെ സൗണ്ട് മാത്രം അകലേന്ന് കേട്ടിട്ട് എങ്ങനെയാണ് നമ്മളുടെ പ്രസന്റേഷൻ, മറ്റേ സൗണ്ട് ടൊണാലിറ്റി എന്താണെന്നുള്ളത് നമ്മൾ അത് വേണ്ട സ്ഥലത്ത് നമ്മൾ എംഫസിസ് കൊടുക്കേണ്ട സമയത്ത് പോസ് ചെയ്യുന്നുണ്ടോ, നമ്മൾ അതിന്റെ ശക്തിയായിട്ട് നമ്മൾ പറയുന്നുണ്ടോ, സ്വരത്തിൽ വ്യത്യാസങ്ങൾ വരുത്തുന്നുണ്ടോ, അതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ വന്നിട്ട് നമ്മുടെ കണ്ടന്റ് വന്നിട്ട് എന്താണെന്നുള്ളത് നമ്മളൊന്ന് ഇത് ചെയ്യുക. അങ്ങനെ നമ്മൾ 2-3 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മളുടെ വീഡിയോ സൂപ്പറായിട്ട് നമുക്ക് ഇറക്കാൻ പറ്റും. അപ്പൊ പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളെല്ലാവരും വന്നിട്ട് നമ്മളൊരു കുടുംബാംഗങ്ങളെ പോലെയാണ്. പിന്നെ നമ്മൾ ആരും മറ്റുള്ളവർ എന്ത് വിചാരിക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു രീതിയിലുള്ള ചിന്തയൊന്നും വേണ്ട. ബി കോൺഫിഡൻറ്റ് കേട്ടോ. അപ്പൊ എല്ലാവരുടെയും വീഡിയോയിൽ വരട്ടെ. താങ്ക് യു സോ മച്ച്. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഇനി പ്രത്യേകിച്ച് എന്തെങ്കിലും ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. പിന്നെ ഞാൻ ചില ദേവാലയങ്ങൾക്ക്, ഞാൻ കരിസ്മാറ്റിയിൽ ഒരു പ്രവർത്തനം ആയതുകൊണ്ട് ഇപ്പൊ കരിസ്മാറ്റിക് ഗ്രൂപ്പിൽ എന്നെ പ്രസംഗിക്കാൻ വിളിക്കും. അപ്പൊ ഞാൻ ഓരോ സ്ഥലത്ത് നിന്ന് സംസാരിക്കുന്നതല്ല, ഞാൻ മൂവ് ചെയ്ത് സംസാരിക്കുന്നതാണ്. മൂവ് ചെയ്ത് സംസാരിക്കുമ്പം അപ്പൊ അതിനിടയ്ക്ക് ഒരാൾ വന്ന് ഇങ്ങനെ മൂവ് ചെയ്ത് സംസാരിക്കാൻ പാടില്ല, ഇങ്ങനെ ക്ലാസ് എടുക്കാൻ നിന്ന് തന്നെ സംസാരിക്കണം. ഞാൻ നിന്ന് സംസാരിച്ചാൽ ഓഡിയൻസിന്
നമ്മളെ വിലയിരുത്തുന്നത്. നമ്മളിപ്പോ അവരെ കണ്ണുകൾ നമ്മളും ചലിപ്പിക്കണം. നമ്മൾ ചലിച്ചാൽ അവരെ കണ്ണുകളും ചലിപ്പിക്കത്തുള്ളൂ. പക്ഷെ ആ സഹോദരന് ബോധ്യമായില്ല. ഞാൻ പിന്നെ തർക്കിക്കാൻ പോയില്ല. അതെ, അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക ബിലീഫ് ഉണ്ടാവും. അതിന് നമ്മളിപ്പോ ഡിസ്പ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് കംഫർട്ടബിൾ ഇല്ല, ആയിട്ടുള്ള അത്രേ ഉള്ളൂ. ഞാൻ തർക്കിക്കാൻ പോയില്ല. നമ്മൾ ശരി, ഞാൻ നോക്കാന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു പിടിക്കും. ഗ്രൂപ്പിലേക്ക് പോകണം കേട്ടോ, അത് പറയണം. നമ്മള് ഓരോ ഗ്രൂപ്പ് എനിക്ക് നിർദ്ദേശം പറയാനുള്ളത്, സാറ് മറ്റേ വാർത്താന്റെ ഓർമ്മയൊക്കെ അയച്ചു തന്നല്ലോ. ഇപ്പൊ നമ്മൾ വായിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ നമുക്ക് ഓഡിയോ ആയിട്ട് അയച്ചായിരുന്നെങ്കിൽ ഒരുപാട് റെഫർ ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, താങ്ക് യു. ഡെഫിനറ്റ്ലി. വേറെ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇതെന്ന് പറയുന്നത് മൂവി സംസാരിക്കുന്നതല്ലേ നല്ലത്. നമ്മൾ സ്പോട്ടിൽ തന്നെ നിൽക്കാൻ മൂവി സംസാരിക്കുന്നതല്ലേ നല്ലത്. അല്ല, ഡിപ്പെൻസ് ഓൺ ക്രൗഡ്. ലൈക്ക് ഇപ്പൊ ക്രൗഡ് വന്നിട്ട് ഈ പറഞ്ഞ പോലെ കരിസ്മാറ്റിക് എന്നല്ലേ പറഞ്ഞത്, കരിസ്മാറ്റിക് ആവുമ്പോഴേക്കും ഐ തിങ്ക് ഇറ്റ് ഡിപ്പെൻസ്. ലൈക്ക് വട്ട് എവർ യു ആർ കംഫർട്ടബിൾ, ദാറ്റ് ഇസ് മോർ ഇമ്പോർട്ടന്റ്. ഐ തിങ്ക് ഗ്രിഗറി അച്ഛൻ ക്യാൻ ആഡ് ലോട്ട് ഓഫ് വാല്യൂ ടു ദിസ്. നമുക്ക് ഈ നടന്ന് സംസാരിക്കുന്നത് എന്ന് പറയുന്നത് ഈ സാഹചര്യം ശരിക്കും അപ്പൊ നമ്മൾ നടക്കുമ്പോൾ ഒരു പക്ഷേ അട്രാക്ഷൻ ചിത്രപ്പെടാൻ സാധ്യതയുണ്ട്. ഉദാഹരണമായിട്ട് ഞാൻ അങ്ങോട്ട് നടക്കുന്ന സമയത്ത് ചില ആൾക്കാർ എന്നോടൊപ്പം പറഞ്ഞോ നിർബന്ധമില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു പോയിന്റ് നിൽക്കുമ്പോൾ ഒരുപക്ഷെ അല്പം കൂടെ കോൺസെൻട്രേഷന് സഹായിക്കും എന്നുള്ളതുണ്ട്. പിന്നെ കോൺസെൻട്രേഷൻ ഒരുപക്ഷെ ചലിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉണർത്താൻ വേണ്ടി കരിസ്മാറ്റിക് ഒരുപാട് രീതികൾ നമ്മൾ അവലംബിക്കാറുണ്ടല്ലോ. പാട്ടും അല്ലെങ്കിൽ സ്തോത്രം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടല്ലോ. അതുകൊണ്ട് നടക്കുക എന്ന് പറയുന്നത് ചിലപ്പം വിശുദ്ധ കുർബാനയോടൊപ്പം വെച്ച് നടക്കാൻ സാധ്യമാവില്ല. ഇപ്പൊ പള്ളിയിലാണെങ്കിൽ കുർബാനയോടൊപ്പം വെച്ച് ഒരു പരിപാടി ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ അതുപോലെ അഭംഗിയായിട്ട് മാറും. അപ്പൊ അതുകൊണ്ട് ജേസൺ പറഞ്ഞ വേദി നോക്കിയിട്ട് ആൾക്കാരുടെ രീതി അനുസരിച്ച്, അതേസമയം കുട്ടികളാണെങ്കിൽ കംപ്ലീറ്റ് നടക്കണം, ചാടി കൂടി നടക്കണം. യുവാക്കളാണെങ്കിൽ കുഴപ്പം. പക്ഷെ മുതിർന്നവർക്ക് അത്രയും അത് ഇഷ്ടപ്പെടുന്നത് എനിക്ക് തോന്നുന്നു. ഒരു പ്രായമുള്ള ഒരു ഓഡിയൻസ് ആണെങ്കിൽ അവർ കൂടുതലും ഇഷ്ടപ്പെടുന്നത് അല്പം കൂടെ സെന്റർ ആയിട്ട് നിൽക്കാൻ വേണ്ടിയാണ്. അപ്പൊ അങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ട്. എന്നിരുന്നാലും ഒരാൾക്ക് തോന്നുകയാണ് ഞാൻ സംസാരിച്ച് എനിക്ക് ചിലപ്പോൾ അങ്ങനെയാണ്, ചിലർക്ക് ഞാൻ നടന്നു കഴിഞ്ഞാൽ സംസാരിക്കാൻ പറ്റത്തില്ല, ചിലർക്ക് നിന്നാലേ കൂടുതൽ നല്ല വാക്ക്, അങ്ങനെയുള്ള ഓരോ സ്വഭാവ രീതികൾ ആർജിച്ചെടുത്ത ആൾക്കാരുണ്ട്. അത് നമ്മൾ റെസ്പെക്ട് ചെയ്യാം. അപ്പൊ അത് ഓഡിയൻസിനെ നോക്കിയിട്ട് ചെയ്യാം. അപ്പൊ അങ്ങനെ ഇതിനൊന്നും പ്രത്യേക നിയമങ്ങളൊന്നുമില്ല. നമ്മൾ ഓരോരുത്തരും നമ്മൾ തന്നെയാണ് സ്റ്റൈൽ രൂപപ്പെടുന്നത്. അപ്പൊ ആ സ്റ്റൈലനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നു. ഓക്കെ, ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളൊരു ഏറ്റവും മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ളൊരു പ്രസംഗത്തില് ആ വ്യക്തി വന്നിട്ട് ഫുൾ ടൈം മൂവിങ് ആയിരുന്നു. അതൊരു ഇൻസ്പിറേഷണൽ, ഞാൻ ബാംഗ്ലൂരിൽ വെച്ച് അറ്റൻഡ് ചെയ്യാൻ പറ്റിയ ഒരു മീറ്റിംഗ് ആണ്. അപ്പൊ ഇൻഫാക്ട് ഈ ആള് വന്നത് സദസ്സിന്റെ പുറകിൽ നിന്ന് ഓടിയാണ് വന്നത്. അപ്പൊ ആ ഓടി വരുമ്പോഴേക്കും അവിടെ വന്നിട്ട് ഫുള്ളൊന്ന് ഒരു ഭയങ്കര എനർജി അവിടെ സ്പ്രെഡ് ചെയ്തിട്ടാണ് പുള്ളി വരുന്നത്. അത്രയ്ക്കും ഭയങ്കര വൈബ്രേറ്റിംഗ് ആയിട്ട് വന്ന് കയറി. അത് കഴിഞ്ഞിട്ട് പുള്ളി വന്നിട്ട് ഫുള്ള് ഇത് വലിയ സ്റ്റേജാണ്, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടാണ് പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരിക്കും എല്ലാവരും ഭയങ്കര ഇൻസ്പയർഡ് ആയിട്ടുണ്ടായിരുന്നു അന്ന്. അപ്പൊ ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ ഒക്കേഷൻ. കരിസ്മാറ്റിക്കലി ഐ തിങ്ക് ഇറ്റ് ഈസ് ഓക്കെ. ലൈക്ക് ഇപ്പൊ അച്ഛൻ പറഞ്ഞതുപോലെ ഇപ്പൊ കൂടുതലും ആളുകളെ ചലിപ്പിക്കുകയും അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയും നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ അരോചകമായിട്ട് തോന്നരുതെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. ഓക്കെ, ശരി, എന്നാ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. ബൈ. വാനമേന്റെ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഗ്രൂപ്പുകളിലൊന്ന് കയറാൻ വേണ്ടി ശ്രമിക്കുക. അല്പസമയമെങ്കിലും ഒന്ന് കയറി നിങ്ങളുടെ ഗ്രൂപ്പിലൊന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ എന്തെങ്കിലും പറയുകയാണെങ്കിൽ പറയുക. അപ്പൊ ഗ്രൂപ്പ് സജീവമാകണം. അതുപോലെ പ്രധാനപ്പെട്ട കുറച്ചുപേരുള്ളെങ്കിലും ഉള്ളവര് 1-2 പേരായിരിക്കാം. പക്ഷെ സാരമില്ല, നമുക്കൊന്ന് ആ ഒരു ശീലം കളയണ്ട. അത് നമുക്ക് നല്ലതാണ്. അപ്പൊ അതുകൊണ്ട് മൂന്നാം ഗ്രൂപ്പിലുള്ളവര് നിൽക്കുക, നമുക്ക് കയറാം. മൂന്നാം ഗ്രൂപ്പിലുള്ളവര്, ഞാൻ മൂന്നാം ഗ്രൂപ്പിലാണ്. മൂന്നാം ഗ്രൂപ്പിലുള്ള ആൾക്കാർ നമുക്ക് ഇതിൽ തുടരാം. ഇതിന് നമുക്ക് ഇറങ്ങാം, എന്നിട്ട് മൂന്നാം ഗ്രൂപ്പിലേക്ക് കയറാം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, വീഡിയോകൾ ഇടുമ്പോഴേ എല്ലാവരും അങ്ങോട്ടും മോട്ടിവേറ്റ് ചെയ്യുക. അപ്പൊ എല്ലാവരും ഒന്ന് ക്ലാപ്പ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമന്റ് ഇടുക. അതൊക്കെ വന്നിട്ട് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു. ചില ഗ്രൂപ്പിൽ വന്നിട്ട് ഞാൻ ആരും ഇങ്ങനെ കമന്റ് ചെയ്യണ കണ്ടില്ല, അതുകൊണ്ട് പറഞ്ഞതാ. എനിക്ക് ഞാൻ 2 വീഡിയോ ഞാൻ കമന്റ് ചെയ്തായിരുന്നു. എന്റെ ഗ്രൂപ്പ് ഇന്ന് സഹോദരി വീഡിയോ ഇട്ടായിരുന്നു, ഞാൻ കമന്റ് ചെയ്തായിരുന്നു. അവരെ പ്രോത്സാഹിപ്പിച്ചത്, നമ്മൾ പ്രോത്സാഹിപ്പിച്ചാലേ അവർക്ക് എനർജി കിട്ടത്തുള്ളൂ. എനിക്ക് പ്രോത്സാഹനം കിട്ടിയാലേ എനിക്ക് മുന്നേറാൻ പറ്റത്തുള്ളൂ. എക്സാക്ട്ലി, അല്ലാതെ എനിക്ക് മുന്നേറാൻ പറ്റത്തില്ല. അതെ അതെ അതെ. തെറ്റ് ചൂണ്ടിക്കാണിക്ക്, തെറ്റ് തിരുത്തക്ക രീതി ചൂണ്ടിക്കാണിക്കണം. നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിൽ അയക്കരുത്. നമുക്ക് തെറ്റുണ്ടെങ്കിൽ തെറ്റ് നമുക്ക് തിരുത്തക്ക രീതി, നമുക്ക് മോട്ടിവേറ്റ് ചെയ്ത് തിരുത്തലായിരിക്കണം. നമ്മളെപ്പോഴും അതാ ചെയ്യേണ്ടത്. നമുക്കാരും തെറ്റില്ല. ഫ്രാൻസിസ് സാർ എന്താ പറയാൻ വന്നായിരുന്നു? ഞാനാ ഫ്രാൻസിസാ.
അതെ, അല്ല തൊട്ടിപ്പുറത്ത് വേറെ ഫ്രാൻസിസ് CC ഫ്രാൻസിസ് ഒരു പിന്നെ CC ഫ്രാൻസിസ് ഉണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ. സാറെന്താ പറയാൻ വന്നായിരുന്നു? പൊതുവായിട്ടുള്ളത് നമ്മൾ സമാപിക്കുകയാണ്. ഒരു ചെറിയ പ്രാർത്ഥനയോടെ സമാപിപ്പിക്കാം. ഓക്കെ. ശക്തജ്ഞാനായ ദൈവമേ, ഞങ്ങളെ അങ്ങ് അനുഗ്രഹിച്ച വലിയ കൃപയോർ നന്ദി പറയുന്നു. അങ്ങയുടെ നാമത്തിൽ ഞങ്ങളെ വീണ്ടും ഒരുമിച്ച് കൂട്ടിയല്ലോ. ഞങ്ങളിന്ന് കേട്ട കാര്യങ്ങൾ ഞങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ സഹായമായിട്ട് മാറാൻ തക്ക രീതിയിൽ അങ്ങ് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ചിന്തകളെ ഇതിനനുസരിച്ച് ഉദ്ദീപ്തമാക്കണമേ. എല്ലാ തടസ്സങ്ങളും അകന്ന് നല്ല പ്രസംഗരായിട്ട് മാറാൻ തക്കവണ്ണമുള്ള പ്രചോദകമായ സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകുകയും ഞങ്ങളുടെ ഗ്രൂപ്പുകളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ ഗ്രൂപ്പിനെയും അങ്ങ് പ്രത്യേകമായിട്ട് കടാക്ഷിക്കണമേ. അതിന് നേതൃത്വം കൊടുക്കുന്ന ആനിമേറ്റർമാരെയും കോർഡിനേറ്റർമാരെയും സഹായിക്കണമേ. അവരുടെ ഒരുമിച്ചുള്ള സമർപ്പണ പരിപാടി പ്രവർത്തനങ്ങളിലൂടെ ഇത് സജീവമാകത്തക്ക രീതിയിൽ അങ്ങ് തന്നെ ശക്തിയായിരിക്കണമേ. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ സമർപ്പിക്കുന്നു. എത്രയും ദൈവമുള്ള മാതാവേ, അതിന്റെ സംഘത്തിൽ ഓടി വന്ന് നിന്റെ ഉപകാര സഹായത്തെ അപേക്ഷിച്ചിട്ട് ഒരേ കൈവിടില്ല എന്ന് ഓർക്കണമേ. എന്നോദക്കടരായ സ്ത്രീ ദൈവമുള്ള മാതാവേ, ഈ വണ്ണമുള്ള ശ്രേഷ്ഠാശനത്തിന്റെ സംഘത്തിൽ അണഞ്ഞു വരുന്നു. എന്നെ ചിന്തിപ്പാവിയായി നിന്റെ ദയുടെ ആഴ കാത്തുകൊടുക്കുന്നു സമ്മതം നിൽക്കുന്നു. അവതരിച്ച വചനത്തിന്റെ മാതാവേ, എന്റെ അപേക്ഷ കൈവിടാതെ കാത്തുകൊള്ളണമേ. പരിശുദ്ധ കന്യാമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ. എല്ലാവർക്കും ഈശോ മിശിഹായിരിക്കട്ടെ. താങ്ക് യു അച്ഛാ. പ്രൈസ് ദി ലോർഡ്. മൂന്നാം ഗ്രൂപ്പിലുള്ള നമുക്ക് മാർക്കിടാം.